നമ്മൾ ഇന്നത്തെ ഒരു മാർക്കറ്റ് പ്ലേസിൽ പോയാൽ നമ്മൾ കേൾക്കുന്നത് അവിടെ ആദായ വില എന്ന് മാത്രമായിരിക്കും. പക്ഷേ 4-ാം നൂറ്റാണ്ടിൽ റോമൻ എംപയറിലെ ഒരു മാർക്കറ്റ് പ്ലേസിലാണ് പോകുന്നതെങ്കിൽ അവിടെ കേൾക്കുന്നത് ക്രിസ്തു ഇല്ലാതിരുന്നൊരു സമയം ഉണ്ടായിരുന്നു എന്നുള്ളതായിരിക്കും. ആഹാ. AD 325 ജൂൺ മാസം. ഇന്നേക്ക് 1200 വർഷങ്ങൾ പിന്നിടുന്നു ആ മാസത്തിന് ശേഷം. ആ മാസത്തിൻ്റെ പ്രത്യേകത എന്നത് ക്രൈസ്തവ ചരിത്രത്തിൽ ഒരുപക്ഷെ പല പണ്ഡിതന്മാർ പറഞ്ഞ പോലെ തന്നെ ഒരുപക്ഷെ ക്രൈസ്തവ സമൂഹവും ക്രൈസ്തവ ചരിത്രം നേരിട്ട ഏറ്റവും വലിയ ഒരു പ്രതിസന്ധിയെ തരണം ചെയ്ത അല്ലെങ്കിൽ തരണം ചെയ്യാനുള്ള ചുക്കാൻ പിടിക്കാൻ ഇടവന്ന ഒരു മാസമായിരുന്നു. നിക്കിയ സുനോദോസ് കൂടി വന്ന മാസം, ജൂൺ വർഷം 325. എന്നായിരുന്നു ആ സുനോദോസിൽ കൂടി വന്നതിൻ്റെ കാരണം? അത് ബൈബിളിലെ പുസ്തകങ്ങൾ തീരുമാനിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കാൻ വേണ്ടി വന്ന കോൺസ്റ്റന്റൈൻ ചക്രവർത്തി തൻ്റെ പേഗൻ ചിന്തകൾ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് കടന്നു കയറ്റാൻ വേണ്ടി വഴിവെച്ച ഒരു കൂട്ടായ്മയായിരുന്നു. സത്യത്തിൽ അവിടെ എന്തായിരുന്നു ചർച്ച? എന്തിനു വേണ്ടിയായിരുന്നു പീഡനത്തിന് ശേഷമുണ്ടായിരുന്ന ക്രൈസ്തവ സമൂഹത്തിലെ പ്രമുഖർ അന്ന് കൂടി വന്നിരുന്നത്? അതിൻ്റെ വാസ്തവത്തിലേക്കാണ് നമ്മൾ ഇന്ന് ശ്രദ്ധിക്കുന്നത്. സോ ലെനിഷ, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിനകത്ത് സാബലിനിസത്തെ നമ്മൾ ടച്ച് ചെയ്തു. അതെ, അതായത് തൃത്വത്തിനെതിരായിട്ടുണ്ടായിരുന്ന ഒരു ദുരുപദേശം. ഇന്ന് നമ്മൾ പോകുന്നത് ഞാൻ പറഞ്ഞ പോലെ നിക്കിയ സുനോദോസ് കൂടി വന്നതിൻ്റെ പ്രൈം ഫോക്കസ് ആയ മറ്റൊരു ദുരുപദേശത്തിലേക്കാണ്. അതെ, ആര്യനിസം എന്ന് പറയുന്ന ദുരുപദേശം. ആര്യനിസത്തിൻ്റെ ഒരു വൺ ലൈൻ ഓവർവ്യൂ എന്താണ്? ആര്യനിസത്തിൻ്റെ വൺ ലൈൻ ഓവർവ്യൂ ആര്യസ് തന്നെ നമുക്ക് തന്നിട്ടുണ്ട്. പുത്രന്, ദൈവപുത്രന് ഒരു ആരംഭമുണ്ട് എന്നുള്ളതാണ് ആര്യനിസത്തിൻ്റെ ഒരു വൺ ലൈനായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്. സ്വാഭാവികമായിട്ടും പിതാവിനോട് സാരാംശത്തിൽ ഏകനല്ല എന്നത് അതിൻ്റെ ഒരു റിഫ്ലക്ഷനായിട്ട് വരുന്ന ഒരു തിയോളജി തന്നെയാണ്. അപ്പം ഈ ആര്യനിസവും സാബലിനിസവും തമ്മിലുള്ള എന്ന ബന്ധങ്ങളുള്ള ഒന്ന് നമ്മൾ പറഞ്ഞ പോലെ തൃത്വത്തിനെതിരായിട്ടുള്ള രണ്ട് ദുരുപദേശങ്ങളാണ്. അതെ. മറ്റൊന്ന്, അരിയൂസ് തന്നെ തൻ്റെ ഒരു ബിഷപ്പിനെ സാബലിനിസം പഠിപ്പിക്കുന്ന ഒരാളെന്ന് പറഞ്ഞ് കുറ്റം ചുമത്തുന്നൊരു, കാരണം അവരുടെ കാഴ്ചപ്പാടിൽ തൃത്വവും സാബലിനിസവും രണ്ടും, അരിയൂസിൻ്റെ കാഴ്ചപ്പാടിൽ രണ്ടും ദുരുപദേശമാണ്. കാരണം അരിയൂസ് പറഞ്ഞതനുസരിച്ച് പിതാവിൻ്റെ സാരാംശവും പുത്രൻ്റെ സാരാംശവും രണ്ടാണ്. പിതാവ് മാത്രമാണ് സത്യദൈവം, പുത്രൻ ദൈവമല്ല. അതായത് ദ വാട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാട്ട് ഈസ് ദ ഫാദർ എന്ന് വെച്ചാൽ ഹീസ് ഗോഡ്, വാട്ട് ഈസ് സൺ എന്ന് വെച്ചാൽ ഹീസ് എ ക്രിയേഷൻ എന്നുള്ള അരിയൂസിൻ്റെ നിലപാട്. അതെ. അപ്പം ഇതിനകത്ത് ഈ അരിയൂസിനെതിരായിട്ടുള്ള തുടക്കം വരുന്നത് അലക്സാണ്ടർ എന്ന അലക്സാൻഡ്രിയയിലെ ബിഷപ്പുമായിട്ടുള്ളൊരു പശ്ചാത്തലത്തിലാണ്. അവിടെ അരിയൂസ് യൂസീബിയസ് ഓഫ് നിക്കോമിഡിയയിലുള്ള തൻ്റെ ഒരു സുഹൃത്തിന് കൊടുക്കുന്ന കത്തിനകത്ത് അരിയൂസ് പറയുന്നത് വി ആർ പെർസിക്യൂട്ടഡ്, അതായത് അലക്സാൻഡ്രിയയിലെ ബിഷപ്പായിരുന്ന അലക്സാണ്ടർ ഞങ്ങൾ വി ആർ പെർസിക്യൂട്ടഡ് ബിക്കോസ് വി സേ ദാറ്റ് ദ സൺ ഹാസ് എ ബിഗിനിങ് ബട്ട് ദറ്റ് ഗോഡ് ഈസ് വിത്തൗട്ട് ബിഗിനിങ്. അവിടെ തന്നെ വ്യക്തമാണ്, പുത്രൻ ദൈവത്തിൽ നിന്ന് വ്യത്യസ്തൻ, പുത്രന് ആരംഭമുണ്ട്, അതായത് സൃഷ്ടി എന്നുള്ള പോയിന്റ് അരിയൂസ് അവിടെ വ്യക്തമാക്കുന്നു. അപ്പം ഈ അലക്സാണ്ടറുടെ തമ്മിലുള്ള കീ ടസ്സാണ് ഇതിൻ്റെ എല്ലാം തുടക്കം വരുന്നത്. കാരണം അരിയൂസ് ഒരു ലിബിയൻ ഡിസെൻറ്റിലുള്ള ആളാണ്, പക്ഷേ താൻ അലക്സാൻഡ്രിയയിലെ ബക്കുലസ് എന്ന് പറഞ്ഞ സഭയിലെ ഒരു പ്രസ്പിറ്ററായിട്ടാണ് താൻ സേവനം അനുഷ്ഠിച്ച് വരുന്നത്. ഇപ്പം നമ്മൾ മുമ്പ് പറഞ്ഞ യൂസീബിയസ് ഓഫ് നിക്കോമീഡിയയുടെ ഒരു പഠിതാവ് കൂടിയാണ്. ഒരുമിച്ച് അവർ ചേർന്ന് പ്രവർത്തിച്ചുകൊണ്ട് വലിയ സുഹൃത്തുക്കളാണ്. നമ്മൾ ഈ കാണുന്ന നിക്കിയ സുനോദോസിൻ്റെ വിഷയത്തിലേക്കെല്ലാം ചെല്ലുമ്പോൾ ഇവർ രണ്ടുപേരും ഒരുമിച്ചാണ് നിന്ന് നമ്മൾ കാണുന്നത്. അരിയൂസിൻ്റെ ഉപദേശത്തിന് നമ്മൾ നോക്കി ചെല്ലുമ്പോൾ കാണുന്നത് അന്ത്യോക്യയിലെ ബിഷപ്പായിരുന്ന സമോസത്തിലെ പൗൾ, അദ്ദേഹത്തിന് ഈ പറഞ്ഞ അരിയൂസ് ഉപദേശങ്ങളൊക്കെ ഒരു സ്റ്റാർട്ടിംഗ് പോയിൻ്റായിട്ട് അതേപോലെ ദുരുപദേശങ്ങൾ പറഞ്ഞ് പ്രവർത്തിക്കുക ചെയ്തിട്ടുണ്ട്. പക്ഷേ അതേപോലെ തന്നെ വരുന്ന പേരാണ് ലൂസിയൻ. എന്താണ് നമുക്ക് ലൂസിയനെ പറ്റി അറിയാവുന്നൊരു സംഭവം, അല്ലെങ്കിൽ ലൂസിയൻ ഇതിനകത്ത് എങ്ങനെയാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്? കാരണം ലൂസിയൻ്റെ പേരുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ളൊരു പരാമർശം ആരിയൂസ് തന്നെ നടത്തിയിട്ടുണ്ട്. അപ്പം അങ്ങനെയാണ് ഒരു കണക്ഷൻ വന്നിരിക്കുന്നത്. പക്ഷേ കൃത്യമായിട്ട് ലൂഷ്യൻ എന്താണ്, അല്ലെങ്കിൽ ആരിയൂസ് വിശ്വസിച്ചിരുന്ന പോലെ തന്നെയാണോ ഉറപ്പായിട്ടും വിശ്വസിച്ചിരുന്നതെന്ന് നമുക്ക് ഉറപ്പിക്കാനായിട്ട് സാധിക്കില്ല. അത്ര വ്യക്തമായ തെളിവില്ല. പക്ഷെ അദ്ദേഹം കൊടുത്തിരിക്കുന്ന ഒരു പദപ്രയോഗം, തന്നെ വിശേഷിപ്പിച്ചിരിക്കുന്ന പ്രയോഗം ലൂഷ്യൻ്റെ പേരുമായിട്ട് സാമ്യമുള്ളതാണ്. അങ്ങനെയാണ് ലൂഷ്യനുമായിട്ട് കണക്ഷൻ ഉണ്ട് എന്നൊരു ചിന്തയിലേക്ക് വന്നത്. അത് ചരിത്രകാരന്മാർ പറഞ്ഞത് ഈ സമൂഹത്തിലെ പോൾ ഇങ്ങനെ തൃത്വ നിഷേധമായിട്ടുള്ള ദുരുപദേശങ്ങൾ കൊണ്ടുവരികയും അത് ലൂഷ്യൻ എന്ന തൻ്റെ ഒരു ശിഷ്യൻ മുഖാന്തരം വരികയും ലൂഷ്യനെ പിന്നെ സഭയിൽ നിന്ന് പുറത്താക്കുകയും പക്ഷെ തിരിച്ചു വന്നെങ്കിലും താൻ രഹസ്യമായിട്ട് ഈ ദുരുപദേശങ്ങൾ കൈക്കൊണ്ടുവെന്നും ഇപ്പം നമ്മൾ പറഞ്ഞ അരിയൂസിനെയും യൂസീബിയസ് നിക്കോമേദിയയിലെ യൂസീബിയസിനെയും കൈസറിൽ യൂക്യൂബസിനെയും സഭാചരിത്രത്തിനകത്ത് പ്രമുഖനായ ആദ്യ സഭാചരിത്രം എഴുതുന്ന കൈസറിലെ യൂസീബിയസിനെയൊക്കെ സ്വാധീനിച്ചിരുന്ന ഒരാളായിരുന്നു എന്ന് നിരീക്ഷ പറഞ്ഞ പോലെ തന്നെ അരിയൂസ് താൻ സ്വയം അഭിസംബോധന ചെയ്യുമ്പോഴും നിക്കോമേദിയയിലെ യൂസീബിയസിനെ പറ്റി എഴുതുമ്പോഴും ഫെലോ ലൂസിയൻ എന്നൊരു പ്രയോഗം
ഒരു ഫെലോ ക്രിസ്ത്യൻ എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു ഫെലോ ലൂഷ്യൻ എന്നൊരു പ്രയോഗം പറയുന്നുണ്ട്. ഇവരൊക്കെ അരിയൂസിൻ്റെ ചിന്തകളുടെ ഒരു ഏർലി സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയിട്ട് നിലകൊള്ളിട്ടാണ് നമ്മൾ ചരിത്രത്തിൽ കാണുന്നത്. ഇനി അരിയൂസിനെ പറ്റി ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ അന്ന് കാലഘട്ടത്തിൽ ഈ തൃത്വ തർക്കം ജനങ്ങളുടെ ഇടയിൽ എന്തുമാത്രം ഇറങ്ങിച്ചെന്ന് നമ്മൾ മനസ്സിലാക്കുന്ന അരിയൂസിനെ പറ്റി പഠിക്കുമ്പോഴാണ്. അരിയൂസിനെ വളരെ ചരിത്രകാരന്മാർ പറഞ്ഞ വളരെ ക്യാച്ചി ആയിട്ടുള്ളൊരു ഫ്രേസ്, ദർ വാസ് എ ടൈം വെൻ ഹി വാസ് നോട്ട്. ഇംഗ്ലീഷിൽ കേൾക്കുമ്പോൾ ഒരു ക്യാച്ചി ആണെന്ന് തോന്നുന്നില്ല, മലയാളത്തിൽ പറയുമ്പോഴും ഒരു പ്രാസവും പിന്നീട് തോന്നുന്നില്ല, പക്ഷേ ആ ഭാഷയിലായിരിക്കും അതിൻ്റെ ത്രാസവും പ്രാസവും ഉള്ളത്. അവനില്ലാതിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നെന്ന് പറഞ്ഞ് നിരത്തിൽ ജനങ്ങളത് പറയുകയും ചർച്ചാ വിഷയമാവുകയും ഗ്രിഗറിലെ നീസ പറഞ്ഞ പോലെ മാർക്കറ്റ് പ്ലേസിൽ ചെന്നാൽ കവലകളിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ സംസാര വിഷയം വിലക്കയറ്റമോ പണപ്പെരുപ്പോ എന്നതിനേക്കാൾ ഉപരി തൃത്വത്തിൽ ക്രിസ്തു ദൈവതുല്യനാണോ, പുത്രൻ ഉണ്ടായിരുന്നൊരു കാലം ഉണ്ടായിരുന്നോ എന്നൊക്കെയാണ് നമ്മൾ കാണുന്നത്. അതിൻ്റെ ഒരു തുടക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഈ അലക്സാണ്ട്രിയയിലെ അലക്സാണ്ടർ എന്ന് പറയുന്ന ബിഷപ്പ് തൻ്റെ കീഴിലുള്ള പ്രിസ്ബിറ്റർമാർക്ക് ഈ സദൃശ്യവാക്യങ്ങൾ 8-ാം അധ്യായം അതിൻ്റെ അകത്ത് ജ്ഞാനത്തിനെക്കുറിച്ച് പറയുന്ന ചില വാക്യങ്ങളെക്കുറിച്ചുള്ള അവരുടെ ഇൻ്റർപ്രിട്ടേഷൻ എന്താണ് എന്ന് ചോദിച്ചുകൊണ്ട് ഒരു അന്വേഷണമായിട്ട് ഒരു കത്ത് പോലെ അയച്ചു. അപ്പോൾ അതിനുള്ള ഒരു പ്രതികരണമായിട്ട് വന്ന ഈ നമ്മുടെ ആരിയൂസിൻ്റെ പ്രതികരണത്തിലാണ് അലക്സാണ്ടർ ഈ പിശക് കണ്ടെത്തിയത്. അത് ജ്ഞാനം, കാരണം യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ ദൈവത്തിൻ്റെ വചനം എന്ന് പറഞ്ഞ് യേശുവിനെ കുറിച്ച് പറയുന്ന ഭാഗങ്ങളെല്ലാം തന്നെ ഈ ജ്ഞാനത്തിനെക്കുറിച്ചുള്ള ദൈവ തിയോളജിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അതിന് ആക്ച്വലി സദൃശ്യവാക്യങ്ങളിലെ വാക്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി തന്നെയാണ് ആദിമസഭ ചിന്തിച്ചിരുന്നത്. അപ്പോൾ ആ ഒരു ബേസിലാണ് ഈ ജ്ഞാനത്തിനെക്കുറിച്ചുള്ള ആ വാക്യത്തിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ്റെ ഭാഗമായിട്ട് ദൈവപുത്രനൊരു ആരംഭമുണ്ട് എന്നൊരു ചിന്ത, ആ ഒരു രീതിയിലുള്ള തൻ്റെ വ്യാഖ്യാനത്തെ വളരെ ശക്തമായിട്ട് ആരിയൂസ് മുന്നോട്ട് വെച്ചത്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു തുടക്കം. ഒരു വാക്യത്തിൻ്റെ ബൈബിൾ വ്യാഖ്യാനമാണ് ഇതിൻ്റെ ആക്ച്വലി കേന്ദ്രബിന്ദു എന്ന് പറയുന്നത്. സദൃശ്യവാക്യങ്ങൾ 8-ാം അധ്യായത്തിലുള്ള വാക്യങ്ങളെക്കുറിച്ചുള്ള ഒരു തർക്കത്തിൽ നിന്നാണ് ഇതിന് ഒരു ആരംഭം കുറിക്കുന്നത്. അങ്ങനെയാണ്. അപ്പം നമ്മൾ പറഞ്ഞാൽ അലക്സാണ്ടറിൻ്റെ കീഴിലുണ്ടായിരുന്ന ഒരാളായിരുന്നു അരിയൂസ്. അരിയൂസിനെ സ്വാധീനിച്ച് കൂടെ നിന്നവരിൽ ഒരാളായിരുന്നു. ഇതൊരു എടുത്തു പറഞ്ഞ പോയിന്റാണ്. സഭാ ചരിത്രത്തിൽ പ്രമുഖനായിരുന്ന കൈസറിലെ യുസീബിയസ് തുടക്ക കാലഘട്ടത്തിൽ അരിയൂസിന് പക്ഷത്തായിരുന്നെങ്കിൽ പിന്നീട് അരിയൂസിനെതിരെ നിലപാടെടുക്കുകയും നമ്മൾ പറഞ്ഞ നിക്കിയ വിശ്വാസ പ്രമാണത്തിൻ്റെ ഒരു ഡ്രാഫ്റ്റ് പ്രൈമറി വേർഷൻ താൻ അതിൽ ഇൻവോൾവ് ആവുകയൊക്കെ ചെയ്തിരുന്ന ഒരു സന്ദർഭങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ അലക്സാണ്ടറെ പറ്റി പറഞ്ഞു. അലക്സാണ്ട്രിയയിലെ ബിഷപ്പായിരുന്ന അലക്സാണ്ടർ, അദ്ദേഹം ഈ അരിയൂസിൻ്റെ ദുരുപദേശങ്ങൾ കടന്നു വരുന്ന സമയത്ത് അതിനെ ഖണ്ഡിക്കാനൊക്കെ ഇറങ്ങിത്തിരിക്കുകയും അസംബ്ലിയിൽ അതിനെ വിളിച്ച് ഐസൊലേറ്റ് ചെയ്യുകയും ചെയ്യുന്ന സംഭവമുണ്ട്. പക്ഷേ വചനാടിസ്ഥാനത്തിൽ അലക്സാണ്ടർ എന്ത് രീതിയിലുള്ള പ്രതിവാദങ്ങളാണ് അരിയൂസിനെതിരെ കൊണ്ടുവന്നിട്ടുള്ളത്? അലക്സാണ്ടറിൻ്റെ ആക്ച്വലി ധാരാളം വാദങ്ങളുണ്ട്. അദ്ദേഹം പിന്നീട് ഡെവലപ്പ് ചെയ്തതും പിന്നീട് കൊണ്ടുവന്നതായിട്ട് അദ്ദേഹത്തിൻ്റെ എപ്പിസ്റ്റൽസ് ഓൺ ഏരിയനിസം ആൻഡ് ഡിസ്പൊസിഷൻ ഓഫ് ആരിയൂസിനെ പുറത്താക്കിയതിനെക്കുറിച്ചും ഏരിയനിസത്തിനെക്കുറിച്ചുമുള്ള ലേഖനം എന്ന് പറയുന്ന ലേഖനത്തിൻ്റെ 1/4 4-ാമത്തെ പാരഗ്രാഫിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു ആർഗ്യുമെൻ്റ് അദ്ദേഹം വെക്കുന്നത് കാണാൻ സാധിക്കും. അദ്ദേഹം പറയുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നിന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വാദം എടുക്കുന്നത്. അവിടെ ദൈവത്തിൻ്റെ മടിയിലിരുന്ന ഏകജാതനായ പുത്രൻ എന്ന് പറയുന്ന ആ ഒരു വാക്യം പിതാവും പുത്രനും തമ്മിലുള്ള നിത്യമായൊരു ബന്ധത്തെയാണ് കാണിക്കുന്നത്. അവിടെ പുത്രനെക്കുറിച്ച് പറയുമ്പോൾ ഉളവായതെല്ലാം പുത്രൻ മുഖാന്തരമാണ് ഉളവായതെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ സകല സൃഷ്ടിയും പുത്രൻ മുഖാന്തരമാണ് ഉളവായതെങ്കിൽ പുത്രൻ ഒരിക്കലും സൃഷ്ടിയുടെ പക്ഷത്ത് വരില്ല എന്ന ഒരു ചിന്തയാണ് അദ്ദേഹം പ്രധാനമായിട്ടും മുൻപോട്ട് വെച്ചത്. അവിടെ ഒരിടത്തും ദൈവത്തിൻ്റെ വചനത്തെ സൃഷ്ടി എന്ന രീതിയിൽ യോഹന്നാൻ വിളിച്ചിട്ടില്ല, മറിച്ച് സൃഷ്ടി തന്നെ ഉളവായത് ഈ പുത്രനിലൂടെയാണ്, വചനത്തിലൂടെയാണ് എന്നാണ് അദ്ദേഹം പ്രധാനമായിട്ടും ഉന്നയിച്ച വാദം. അപ്പം സൃഷ്ടി ഉളവാകുന്നത് ഒന്നുമില്ലായ്മയിൽ നിന്നാണ്, പക്ഷേ വചനം ദൈവത്തിൽ നിന്നാണ്. അതാണ് അദ്ദേഹം അടിസ്ഥാനപരമായിട്ട് പറഞ്ഞത്. അപ്പം അങ്ങനെ ചിന്തിക്കുമ്പോൾ ഈ വചനത്തിന് ഒരു ആരംഭം ഉണ്ടെങ്കിൽ സൃഷ്ടിക്ക് തുല്യനാണ് വചനം എന്ന് പറയുന്ന ആരിയൂസിൻ്റെ, ദൈവപുത്രൻ എന്ന് പറയുന്ന ആരിയൂസിൻ്റെ വാദത്തെയാണ് അദ്ദേഹം യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം ഉപയോഗിച്ചാണ് പ്രധാനമായിട്ട് അദ്ദേഹം ആ ലേഖനത്തിൽ വിമർശിച്ചിരിക്കുന്നതും അതിനെ ഖണ്ഡിക്കാനായിട്ട് ശ്രമിച്ചിരിക്കുന്നതും. ഓക്കെ, അപ്പം അതാണ് നമുക്ക് പറയാൻ പറ്റുന്ന അലക്സാണ്ടറിൻ്റെ സംക്ഷിപ്തമായ വാദത്തിൻ്റെ ഒരു രൂപം. ധാരാളം വാദങ്ങളുണ്ട്, പക്ഷെ അതിലൊന്നാണ്. അപ്പോൾ അവിടെ തന്നെ നമുക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവുന്നത് അലക്സാണ്ടറിൻ്റെ പ്രതിവാദം വരുമ്പോൾ അവിടെ ഒരു ലോഗോസ് ക്രിസ്റ്റോളജി, യോഹന്നാൻ 1:1 കാണുന്ന ഇൻ ദ ബിഗിനിങ് വാസ് ലോഗോസ് വാസ് വിത്ത് ഗോഡ് എന്ന് പറഞ്ഞ ലോഗോസ് ക്രിസ്റ്റോളജി നമ്മളവിടെ ക്രിസ്തുവായിട്ട് ബന്ധപ്പെടുത്തി കാണുന്ന ഒരു വെസ്റ്റേൺ തിയോളജിക്കൽ അപ്പോളജറ്റിക്സിൻ്റെ ഒരു ബേസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു കേന്ദ്ര പോയിന്റ് അലക്സാണ്ടർ പോയിന്റ് തന്നെ കാണുന്നത്. അത് പിന്നീട് എടുത്തു വരുന്ന ഒരു സംഭവം കൂടി തന്നെയാണ് ആ
ആർഗ്യുമെന്റ് ലോഗോസ് ക്രിസ്റ്റോളജിക്കൽ വ്യൂ അല്ലേ? അതെ, ലോഗോസ് ക്രിസ്റ്റോളജി ആക്ച്വലി നമുക്ക് ജസ്റ്റിൻ മാർട്ടിയറോട്ട് നമുക്കത് കാണാനായിട്ട് സാധിക്കും. ഒറിജിനിൽ നമുക്കത് കാണാനായിട്ട് സാധിക്കും. സ്വാഭാവികമായിട്ട് അതിൻ്റെ തുടക്കം എന്ന് പറഞ്ഞാൽ യോഹന്നാൻ്റെ സുവിശേഷം തന്നെയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതല്ലാതെ അവർക്ക് എന്തെങ്കിലും ഒരു തത്വചിന്തയോട് സവിശേഷമായ താല്പര്യം ഉള്ളതുകൊണ്ട് അതിൻ്റെ പിന്നാലെ പോയതല്ല. മറിച്ച് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ കാണുന്ന ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്ന ആ ഒരു ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് ഈ ലോഗോസ് ക്രിസ്റ്റോളജിയിലേക്ക് പോയത്. പക്ഷേ ഇവിടെ ആരിയൂസിൻ്റെ വാദം, ആരിയൂസിനെ സംബന്ധിച്ചിടത്തോളം ലോഗോസ് ദൈവത്തിൽ നിന്നാണ്, വചനം ദൈവത്തിൽ നിന്നാണ് എന്ന് പറയുന്ന ആശയത്തിന് പകരം വചനത്തെ ഒരു സൃഷ്ടിയായിട്ട്, ദൈവത്തിനെ ഒരു സൃഷ്ടിയായിട്ട് ആണ് ആരിയൂസ് കണ്ടിരുന്നത്. അപ്പോൾ അവിടെ ഇപ്പോൾ ഗോഡ് ലോഗോസ് എന്നൊക്കെ ആരിയൂസ് തന്നെ വിളിച്ചിട്ടുണ്ട് ദൈവത്തന്നെ എന്ന് പറഞ്ഞാൽ വചനമാകുന്ന ദൈവം. അപ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്ക് അദ്ദേഹം എഴുതിയ ഒരു ക്രീഡിലൊരു തൻ്റെ വിശ്വാസം വിശദീകരിക്കുന്ന ഒരു പ്രസ്താവനയിലാണ് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അത് കേൾക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ ചിന്തിക്കും, ഓക്കെ, ഇദ്ദേഹം ദൈവമായിട്ട് യേശുവിനെ അംഗീകരിക്കുന്നുണ്ടോ എന്നുള്ളത്. പക്ഷെ അദ്ദേഹത്തിൻ്റെ തിരിച്ച് വന്നത് നമ്മൾ ചിന്തിക്കും. പക്ഷെ അതല്ല, ആരിയൂസിൻ്റെ ആ ലോഗോസിനെ കുറിച്ചുള്ള ചിന്തയും അതുവരെ നിലവിൽ സഭയിലുണ്ടായിരുന്ന ലോഗോസിനെ കുറിച്ച് നിലവിലുണ്ടായിരുന്ന ചിന്തയും രണ്ടും വ്യത്യസ്തങ്ങളായിട്ടുള്ള ധ്രുവങ്ങളിലാണ് നിൽക്കുന്നത്. ഓക്കെ ഓക്കെ അപ്പം നമുക്കിനി കുറച്ച് ചരിത്രത്തിലേക്ക് നമുക്ക് ഇറങ്ങാം. അപ്പം നമ്മൾ കണ്ടുവരുന്ന ക്രൈസ്തവ ചരിത്രം എന്ന് പറയുന്നത് 4-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കം വരെ ക്രൈസ്തവരെ റോമൻ ചക്രവർത്തിമാരെല്ലാം നിഷ്ഠൂരമായിട്ട് പീഡിപ്പിക്കുന്നു. നീറോയുടെ കീഴിലുള്ള സംഭവങ്ങളെല്ലാം നമുക്കറിയാം. അങ്ങനെ 4-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ഈഡിക്റ്റ് ഓഫ് മിലാൻ പുറപ്പെടുവിക്കുന്നു. ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ സ്വീകാര്യത ഉടനീളം സ്വീകാര്യത ലഭിക്കുന്നു. റോമൻ ചക്രവർത്തി കോൺസ്റ്റന്റൈൻ തന്നെ ക്രിസ്തീയ വിശ്വാസം സ്വീകരിക്കുകയും ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ റോമൻ സാമ്രാജ്യത്തിന് മൊത്തം ഒരു സ്വീകാര്യത വഴിയൊരുക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഇരിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഈ അരിയൂസിൻ്റെ ദുരുപദേശം പൊങ്ങി വരികയും റോമൻ സാമ്രാജ്യത്തിൻ്റെ ഭാഗത്ത് ഇതൊരു പ്രധാന ഒരു ഇഷ്യൂ ആയി മാറുകയും അരിയൂസ് അലക്സാണ്ട്രിയയിൽ നിന്ന് പോയി കൈസറിലോട്ട് പോവുകയും അങ്ങനെ തനിക്ക് സ്വാധീനമുള്ള ആൾക്കാരിലെ സ്വാധീനം ചെലുത്തുകയും അവിടെ അരിയൂസിൻ്റെ പഠിപ്പിക്കലായ ആര്യനിസം എന്ന ദുരുപദേശം പഠിപ്പിച്ചു കൊണ്ടുവരികയും അങ്ങനെ സംഭവങ്ങളെല്ലാം ഉണ്ടാകുന്നു. അങ്ങനെ റോമൻ സാമ്രാജ്യത്തിനകത്ത് ഒരു ദൈവശാസ്ത്രപരമായ അല്ലെങ്കിൽ ഒരു വളരെ ഒരു ജെൻറ്റൈൽ ഒരു വിജാതി ഭാഷ പറഞ്ഞ ഒരു മതപരമായിട്ടുള്ള ഒരു തർക്കം, ഒരു വിള്ളൽ കാണുന്നു. അങ്ങനെ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി തീരുമാനിക്കുന്നു ക്രൈസ്തവ നേതാക്കന്മാരെല്ലാം വിളിച്ചു കൂട്ടാം. സഭാ നേതാക്കന്മാരെ, ബിഷപ്പുമാരെയും പ്രസ്ബിറ്റേഴ്സിനെ എല്ലാം വിളിച്ചു കൂട്ടുന്നു. അങ്ങനെ ബിഷപ്പുമാരെല്ലാം വിളിച്ചു കൂട്ടി AD 325 ജൂൺ മാസം നിക്കയിലേക്ക് വിളിച്ചു കൂട്ടുന്നു. അവിടെ ചില തെറ്റിദ്ധാരണകളുണ്ട്. ഒന്ന് നമ്മൾ പറഞ്ഞ പോലെ ബൈബിളിലെ പുസ്തകങ്ങൾ തിരഞ്ഞെടുക്കാൻ വേണ്ടിയല്ല വിളിച്ചു കൂട്ടിയത്. പിന്നെ അവിടെ വിളിച്ചു കൂട്ടിയത് കോൺസ്റ്റന്റൈന് റോമൻ ദുരുപദേശങ്ങളോ അല്ലെങ്കിൽ ചേർക്കാൻ വേണ്ടിയല്ലായിരുന്നു. മറിച്ച് ഈ വിഷയത്തിനകത്ത് ക്രൈസ്തവരെല്ലാവരും ഒരുമിച്ച് വന്ന ആദ്യത്തെ ഒരു എക്യുമെനിക്കൽ കൗൺസിലായിട്ട് പ്രാദേശികമായിട്ട് കൂടുന്നതിനുപരി ക്രൈസ്തവ ലോകത്തുള്ള എല്ലാവരും ചേർന്ന് വന്ന് ഈ വിഷയത്തിൽ ഒരു ഉത്തരം കണ്ടെത്തുക എന്ന രീതിയിൽ. കറക്റ്റ്. അവിടെ ആക്ച്വലി നമ്മൾ കോൺസ്റ്റന്റൈൻ്റെ പക്ഷത്ത് നിന്നൊന്ന് ചിന്തിക്കണം. കാരണം കോൺസ്റ്റന്റൈൻ ഒരു വിജാതീയ വിഭാഗത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്ന, വിജാതീയ മതത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്നൊരു വ്യക്തിയാണ്. പക്ഷെ അന്നത്തെ രാജാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തിൻ്റെ ഐശ്വര്യവും അനുഗ്രഹവും എന്ന് പറയുന്നത് ഈ ദൈവത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിലനിൽക്കുന്നത്. ദൈവത്തിൻ്റെ സംരക്ഷണം, ഏത് ദൈവത്തെയാണോ വിശ്വസിക്കുന്നത് ദൈവത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് രാജ്യത്തെ ഐശ്വര്യവും സമാധാനവും നിലനിൽക്കുന്നത്. സ്വാഭാവികമായിട്ടും ഉപദേശപരമായിട്ട് ദൈവത്തെ എങ്ങനെ ആരാധിക്കുന്നത്, ദൈവത്തെ സംബന്ധിച്ചിട്ടുള്ള കാഴ്ചപ്പാട് എന്താണെന്നതിനെ സംബന്ധിച്ച് ഒരു ദൈവശാസ്ത്രപരമായൊരു വിള്ളൽ, ഒരു വലിയ വിഭാഗീയത ദേശത്തുണ്ടാകുന്നത് രാജ്യത്തിൻ്റെ അനുഗ്രഹത്തിന് തടസ്സമാകും എന്ന ചിന്തയാണ് യഥാർത്ഥത്തിൽ കോൺസ്റ്റന്റൈനെ ഈ സുനോദോസ് വിളിച്ചു കൂട്ടാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിച്ചത്. സ്വാഭാവികമായിട്ടും അദ്ദേഹം വളരെ വിശാലമായിട്ട് ആ സാമ്രാജ്യത്തിനും അതിൻ്റെ അപ്പുറത്തും തന്നെയുള്ള ധാരാളം ആ പ്രദേശം മുഴുവൻ നിന്നുള്ള ബിഷപ്പുമാരെ വിളിച്ചു കൂട്ടി. അത് വലിയൊരു അനുഗ്രഹമായി തീർന്നു. അദ്ദേഹം ഉദ്ദേശിച്ചത് തൻ്റെ ദേശത്തിൻ്റെ അനുഗ്രഹമാണെങ്കിലും അത് ക്രിസ്തീയ സഭയ്ക്ക് അത് മറ്റൊരു രീതിയിൽ അനുഗ്രഹമായി തീർന്നു എന്ന് നമുക്ക് പിൽക്കാലത്ത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അന്ന് കൂടി വന്ന സുനോദോസിനെ പ്രിസൈഡ് ചെയ്ത് ഹോസിസ് ഓഫ് കൊർഡോവ എന്ന് പറഞ്ഞൊരു വ്യക്തിയായിരുന്നു. കോൺസ്റ്റന്റൈൻ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് വിളിച്ചു കൂട്ടുകയും അതിനകത്തൊരു തീരുമാനം എടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതിലൊരു തീരുമാനത്തെ സ്വാധീനിക്കാൻ അദ്ദേഹം അന്നേരം പ്രവർത്തിച്ചിരുന്നില്ല. മറിച്ച് അതിനൊരു വഴി വെച്ച് കൊടുക്കുക, അതിനൊരു ഫെസിലിറ്റേറ്റ് ചെയ്യുക എന്നൊരു പ്രാഥമിക റോളാണ്. പക്ഷേ പിന്നീട് നമ്മൾ കാണുമ്പോൾ കോൺസ്റ്റന്റൈൻ്റെ ഇടപെടലും കോൺസ്റ്റന്റൈൻ്റെ മക്കളുടെ ഒരു പൊളിറ്റിക്കൽ ഇൻ്റർഫിയറൻസ് ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ കോൺസ്റ്റന്റ് നമ്മൾ പറയുമ്പോൾ പെട്ടെന്ന് ആൾക്കാർ ചിന്തിക്കും ഈ ക്രൈസ്തവ സഭയിൽ വിഗ്രഹങ്ങളൊക്കെ വന്നല്ലോ, വിഗ്രഹങ്ങൾ വന്നാൽ കോൺസ്റ്റന്റ് കൊണ്ടൊന്നല്ലേ. അന്ന് തന്നെ സഭയിൽ വിശ്വാസ പ്രമാണം നഷ്ടപ്പെട്ടു. അന്ന് തന്നെയുള്ള പ്രമുഖ ക്രൈസ്തവരിൽ തന്നെ അവരെല്ലാം കത്തോലിക്കരായിട്ട് മാറി എന്നൊരു ചിന്തയുണ്ട്. പക്ഷേ
ആരാണ് കൊണ്ടുവന്നത്? ക്രൈസ്തവ സഭയിലെ നമ്മൾ പറയാൻ പോകുന്നതിൽ പ്രമുഖരാരെങ്കിലും അതിനെ എതിർക്കുകയോ അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങളുണ്ടാണ്? അപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവുകയാണെങ്കിൽ, കോൺസ്റ്റന്റൈൻ്റെ കാലഘട്ടത്തിൽ ധാരാളം പള്ളികൾ സ്ഥാപിക്കുകയുണ്ടായി. അപ്പോൾ അവിടെ കോൺസ്റ്റന്റൈൻ്റെ സഹോദരിയാണ് യഥാർത്ഥത്തിൽ ഈ വിഗ്രഹങ്ങളും മറ്റും കൊണ്ടുവന്നത്. ഈ പള്ളിയിൽ ഇത്തരത്തിലുള്ള പ്രതിമ അലങ്കാരത്തിന് വേണ്ടി കൊണ്ടുവന്നതാണ് അടിസ്ഥാനപരമായിട്ട്. അതിന് അത്തനേഷ്യസ് അടക്കമുള്ള ആളുകൾ അത്തരത്തിലുള്ള ശ്രമങ്ങളെ വളരെ ശക്തമായിട്ട് എതിർത്തിരുന്നു. എന്നാൽ ചക്രവർത്തിയുടെ സഹോദരിയാണ്, അപ്പോൾ ഒരു എതിർക്കുന്നതിനൊരു പരിധിയുണ്ട്. അവരവരുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് പള്ളികൾ അലങ്കരിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്തു. എന്നാൽ കോൺസ്റ്റന്റൈനെ നമ്മൾ യഥാർത്ഥത്തിൽ ഓർക്കേണ്ടത് അതിനേക്കാളും മികച്ച ഒരു കാര്യത്തിലാണ്. കാരണം കോൺസ്റ്റന്റൈൻ വിശ്വാസത്തിലേക്ക് വന്നപ്പോൾ അദ്ദേഹം ആദ്യം ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ധാരാളം അങ്ങനെ കോൺസ്റ്റന്റൈൻ വിശ്വാസത്തിലേക്ക് വന്നതിനെ തുടർന്ന് ധാരാളം ആളുകൾ വിശ്വാസത്തിലേക്ക് വന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഈ ആളുകൾക്ക് എല്ലാവർക്കും ദൈവവചനം വേണം, അതുകൊണ്ട് അവർക്ക് ബൈബിൾ വേണം. അപ്പോൾ അതുകൊണ്ട് ബൈബിളിൻ്റെ 50 കോപ്പികൾ ഒന്ന് കയ്യെഴുത്ത് പ്രതിയായിട്ടാണല്ലോ രചിക്കുന്നത്. അത് രചിക്കാൻ വേണ്ടിയിട്ട് സ്വന്തം അദ്ദേഹത്തിൻ്റെ പണം മുടക്കി അത് രചിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഏർപ്പാടാക്കുകയാണ് കോൺസ്റ്റന്റൈൻ ആദ്യം ചെയ്തൊരു പ്രവൃത്തി എന്ന് പറയുന്നത്. അതിന് കൈസരിയയിലെ യൂസിബിയസിനെയാണ് കോൺസ്റ്റന്റൈനെ ഏൽപ്പിച്ചത്. അപ്പോൾ മറ്റു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു ബൈബിൾ സൊസൈറ്റി കോൺസ്റ്റന്റൈനാണ് തുടങ്ങിയെന്ന് നമുക്ക് പറയാം. ബൈബിളിന് വേണ്ടി നിന്നൊരു വ്യക്തിയാണ് യഥാർത്ഥത്തിൽ കോൺസ്റ്റന്റൈൻ. നമ്മുടെ ചിന്തകളിൽ നിന്നൊക്കെ യഥാർത്ഥ ചരിത്രത്തിലെ കോൺസ്റ്റന്റൈൻ തികച്ചും വ്യത്യസ്തനാണെന്നാണ് എൻ്റെ ഒരു പഠനത്തിൽ എനിക്ക് മനസ്സിലായിരിക്കുന്നത്. അതെ, ഇപ്പം നമ്മൾ ചിന്തിക്കും, ഇപ്പോൾ ഈ വിഗ്രഹങ്ങളെ പറ്റി പറഞ്ഞപ്പം എന്തുകൊണ്ട് അത്തനേഷ്യസ് കൂടുതൽ ശക്തിയോടെ അതിനെ എതിർത്തില്ല? അപ്പം നമ്മൾ ഇനി കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് അത്തനേഷ്യസ് നിലത്തുനിന്നിട്ട് വേണ്ട അഭ്യാസം കാണിക്കാൻ എന്നുള്ളതാണ് ചരിത്രം നമ്മൾ കാണാൻ പോകുന്നത്. ഇനി നമുക്ക് ആ സിനോദോസിലേക്ക് വരാം. സിനോദോസ് വിളിച്ചു കൂടുന്നു. നമുക്ക് അവിടുത്തെ നടന്ന സംഭവങ്ങളെ പറ്റിയൊരു വാക്കായിട്ടുള്ള ഒരു രേഖയോ നമുക്ക് അത്ര ആക്യുറേറ്റ് ആയിട്ടുള്ള റെക്കോർഡ് നമ്മുടെ കൈവശമില്ല. പക്ഷെ അവിടെ നടന്ന വാദപ്രതിവാദങ്ങൾ എന്തായിരുന്നു തൃത്വത്തിന് അനുകൂലമായിട്ട് വന്നത്? എന്താണ് അരിയൂസിൻ്റെ പക്ഷക്കാർ മുന്നോട്ട് വെച്ചത്? നമുക്ക് എന്താണ് ചരിത്രത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്? അതെ, ജേക്കബ് പറഞ്ഞതുപോലെ ഒരു കൃത്യമായിട്ടൊരു മിനിറ്റ്സ് ഓഫ് മീറ്റിംഗ് എന്ന് പറയുന്ന രീതിയിലോ അല്ലെങ്കിൽ ഒരു കൗൺസിലിൻ്റെ ഒരു പ്രൊസീഡിങ്സിൻ്റെ ഒരു റെക്കോർഡോ, കൃത്യമായിട്ട് ആ പ്രൊസീഡിങ്സിൻ്റെ റെക്കോർഡ്, അതിൻ്റെ അകത്ത് വന്ന ക്രീഡ് നമുക്ക് ലഭ്യമാണ്, അതിൻ്റെ അകത്ത് നിന്ന് പ്രസിദ്ധീകരിക്കപ്പെട്ടുള്ള കാനൻസ് നമുക്ക് ലഭ്യമാണ്. പക്ഷേ ആ ആക്ച്വൽ സൂനോദോസിൽ നടന്നതിൻ്റെ ഔദ്യോഗികമായ ഒരു പ്രൊസീഡിങ്സിൻ്റെ ഒരു റെക്കോർഡ് നമുക്ക് ആ രീതിയിൽ ലഭ്യമല്ല. പക്ഷേ ധാരാളം രചനകളിൽ ആ സൂനോദോസിൽ പങ്കെടുത്ത യൂസിബിയസ്, അത്തനേഷ്യസ് തുടങ്ങിയ ആളുകളുടെ രചനകളിൽ പിന്നീട് വന്നിട്ടുള്ള ചരിത്രകാരന്മാർ 5-ാം നൂറ്റാണ്ടിൽ ധാരാളം സഭാചരിത്രം എഴുതിയ യൂസിബിയസ് മാത്രമല്ല മറ്റു പലരും ഉണ്ട്. ആ സഭാചരിത്രം എഴുതിയ ചരിത്രകാരന്മാരുടെ രചനകളിൽ നിന്നെല്ലാം ആ സൂനോദോസുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള അവിടെ നടന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതിനെക്കുറിച്ചുള്ള വ്യക്തമായൊരു ധാരണ നമുക്ക് ലഭിക്കും. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് തരത്തിലുള്ള ചർച്ചയാണ് അവിടെ നടന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇതിൻ്റെ അകത്ത് ഞാൻ ഹൈലൈറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന് സൂനോദോസിന് മുൻപ് ഉള്ള കാര്യമാണ്. അത് കോൺസ്റ്റന്റൈൻ്റെ ഒരു പ്രസ്താവനയാണ്. അത് എക്ലീസിയാസ്റ്റിക്കൽ ഹിസ്റ്ററി എന്ന് പറയുന്ന തിയഡോറട്ട് ഓഫ് സൈറസ് അദ്ദേഹത്തിൻ്റെ രചനയിൽ അദ്ദേഹം പറയുന്നുണ്ട്, കോൺസ്റ്റന്റൈൻ എന്താണ് ഈ സൂനോദോസിലൂടെ ലക്ഷ്യം വെച്ചത്, എങ്ങനെ ഒരു പരിഹാരമാണ് ലക്ഷ്യം വെച്ചതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അവിടെ കോൺസ്റ്റന്റൈൻ പറയുന്നത് ഇങ്ങനെയാണ്: നമുക്ക് സുവിശേഷങ്ങളുണ്ട്, അപ്പോസ്തലിക രചനകളുണ്ട്, ദൈവത്തിൻ്റെ പ്രവാചകന്മാരുടെ വാക്കുകളുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇതിൽ നിന്നുള്ള ഈ വസ്തുതകളാണ് നാം വിശ്വസിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ നമുക്കിടയിൽ എന്തെങ്കിലും തർക്കങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഈ ദൈവശ്വാസീയമായ വചനത്തിൽ നിന്ന് നമുക്കതിന് പരിഹാരം കണ്ടെത്താമെന്നാണ് കോൺസ്റ്റന്റൈൻ പറഞ്ഞതായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അവിടെ ഇത് സൂനോദോസിന് നടക്കുന്നതിന് മുൻപ് ഉള്ള അല്ലെങ്കിൽ അതിൻ്റെ തുടക്കത്തിലുള്ള കോൺസ്റ്റന്റൈൻ്റെ നിലപാടാണ്. ദൈവവചനത്തിൽ നിന്ന് നമുക്കിതിന് പരിഹാരം കണ്ടെത്താം. അതാണ് കോൺസ്റ്റന്റൈൻ്റെ നിലപാട്. ഇനി ഒരു സോളാ സ്ക്രിപ്ചറ പോലത്തെ എക്സാക്ട്ലി സോളാ സ്ക്രിപ്ചർ ആണ്. അതിൻ്റെ പ്രോപ്പർ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ ഏർലി ചർച്ച് സോളാ സ്ക്രിപ്ചർ തന്നെയാണ്. പിന്നീട് ഈ സൂനോദോസ് കഴിഞ്ഞതിന് ശേഷം സൂനോദോസിൽ എന്താണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് നമുക്ക് അത്തനേഷ്യസിൻ്റെ ഡേ ഡെക്രറ്റീസ് എന്ന് പറയുന്ന രചനയിൽ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ അത്തനേഷ്യസ് പറയുന്നത്, അവിടെ കൂടി വന്ന പിതാക്കന്മാർ തിരുവചനത്തിൻ്റെ ആ സെൻസ്, തിരുവചനത്തിൻ്റെ അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ അവിടെ എഴുതിയിരിക്കുന്ന മനസ്സ് എന്നാണ് അവിടെ എഴുതിയിരിക്കുന്ന ഒരു പദപ്രയോഗത്തിൻ്റെ അക്ഷരാർത്ഥത്തിലുള്ള അർത്ഥം. ആ തിരുവചനത്തിൻ്റെ മനസ്സ്, അതിൻ്റെ സമഗ്രത, അതിൻ്റെ സമ്പൂർണ്ണത, അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ വിശ്വാസത്തെ പ്രഖ്യാപിക്കുകയായിരുന്നു അവർ ചെയ്തതെന്നാണ് അത്തനേഷ്യസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം സൂനോദോസിന് മുമ്പ് കോൺസ്റ്റന്റൈൻ പറഞ്ഞു നമുക്ക് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ തീരുമാനിക്കാം. സൂനോദോസിന് ശേഷം ആ സൂനോദോസിനെ കുറിച്ച് എഴുതിയ അത്തനേഷ്യസ് പറഞ്ഞു അവിടെ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കാര്യങ്ങൾ
തീരുമാനിക്കപ്പെട്ടത്, വിശ്വാസം പ്രഖ്യാപിക്കപ്പെട്ടത്. അപ്പോൾ തന്നെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും അവിടെ നടന്നുള്ള ചർച്ച പ്രധാനമായിട്ടും ദൈവവചനത്തിൽ തന്നെ കേന്ദ്രീകരിച്ചിട്ടുള്ളതായിരുന്നു എന്ന്. പിന്നീട് ഞാൻ ഈ പറഞ്ഞതുപോലെയുള്ള അനേകം രചനകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവിടെ പല ഏതൊക്കെ വേദഭാഗങ്ങളാണ് പ്രധാനമായിട്ടും ചർച്ച ചെയ്യപ്പെട്ടതെന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു ചിന്ത നമുക്ക് ഈ മറ്റു രചനകളിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പം അരിയൂസിൻ്റെ പക്ഷക്കാർ എന്ത് വാദങ്ങളാണ് അന്ന് വെച്ചായിട്ട് നമുക്ക് അറിയാൻ സാധിക്കുന്നത്? നമ്മൾ ഈ രചനകളിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാകുന്നത് അരിയൂസിൻ്റെ പക്ഷക്കാർ പ്രധാനമായിട്ട് ഒരു 3 വാക്യങ്ങളാണ് പ്രധാനമായിട്ട് അവർ ഉന്നയിച്ചത്. ധാരാളം വാക്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ടാകും, പക്ഷേ പ്രധാനമായിട്ടും മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു 3 വാക്യങ്ങളെന്ന് പറയുന്നത്, ഒന്ന് സദൃശ്യവാക്യങ്ങൾ 22-ാം വാക്യം, യഹോവ പണ്ടേ തൻ്റെ വഴിയുടെ ആരംഭമായി തൻ്റെ പ്രവർത്തികളുടെ ആദ്യമായി എന്നെ ഉളവാക്കി. ഇത് ജ്ഞാനം തന്നെക്കുറിച്ച് തന്നെ പറയുന്നതായിട്ടാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഈ തർക്കങ്ങളുടെ എല്ലാം തുടക്കം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു വാക്യത്തിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ ചോദിച്ച് അലക്സാണ്ട്രിയയിലെ ബിഷപ്പായ അലക്സാണ്ടർ ആവശ്യപ്പെട്ടതിനുള്ള പ്രതികരണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വിവാദങ്ങളെല്ലാം തുടങ്ങിയത്. അത് അവരുടെ ഒരു പ്രധാനപ്പെട്ട വാക്യമായിട്ട് അവരെടുത്തു. അവർ പറഞ്ഞത് ഇവിടെ എന്നെ ഉളവാക്കി എന്ന് എഴുതിയിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് അതൊരു ആരംഭമാണ് എന്ന രീതിയിലാണ് അരിയൂസ് പക്ഷക്കാർ വാദിച്ചത്. പിന്നെ അവർ എടുത്തൊരു വാക്യം എന്ന് പറയുന്നത് പിതാവ് എന്നേക്കാൾ വലിയവനല്ലോ എന്നുള്ള യോഹന്നാൻ്റെ സുവിശേഷം 14-28 വാക്യമാണ്. അപ്പോൾ അവിടെയും പിതാവ് പുത്രനേക്കാൾ വലിയവനാണ്. അപ്പോൾ അത് കൊണ്ടൊരു കൃത്യമായിട്ടൊരു ഹയറാർക്കി ഉണ്ട് അവിടെ. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഒരു കോൺസബ്സ്റ്റാൻഷ്യൽ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഏക സാരാംശം എന്ന് പറയുന്ന ഒരു ബന്ധം നമുക്കവിടെ കാണാൻ സാധിക്കില്ല. അത് പുത്രൻ കീഴ്പ്പെട്ടവനാണ്, കീഴുള്ളവനാണ്, അതീശത്വമുള്ളവനാണ് എന്ന രീതിയിലുള്ള ഒരു ചിന്താഗതിയാണ് അതിൻ്റെ അകത്ത് നിന്ന് അവർ കൊണ്ടുവന്നത്. പിന്നെ ഒരു എടുത്ത വാക്യം എന്ന് പറയുന്നത് കൊലോസ്യ ലേഖനം 1-15 വാക്യം, അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയും സർവ്വസൃഷ്ടിക്കും ആദ്യജാതനുമാകുന്നു. അപ്പോൾ അവിടെ സർവ്വസൃഷ്ടിക്കും ആദ്യജാതനുമാകുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് ഫസ്റ്റ് ബോൺ ഓഫ് ക്രിയേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പുത്രൻ ഒരു സൃഷ്ടിയാണ്, സർവ്വസൃഷ്ടിക്കും ആദ്യജാതനായ പുത്രൻ ഒരു സൃഷ്ടിയാണ് എന്നൊരു വാദം. അപ്പോൾ ഇതാണ് പ്രധാനമായിട്ടും അരിയൂസ് പക്ഷക്കാർ ഈ സൂനോദോസിൽ ഉന്നയിച്ച വാദങ്ങളെന്ന് പറയും. ഇതിൻ്റെ വ്യാഖ്യാനങ്ങൾ നമ്മൾ പിന്നീട് പരിശോധിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ആ വാക്യങ്ങൾ മാത്രം ഒന്ന് വേഗത്തിലൊന്ന് പറഞ്ഞു പോവുകയാണ്. എന്നാൽ ഇതിന് മറുപടിയായിട്ട് പിൽക്കാലത്തെ ഒരു കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ നിക്കയിലെ മജോറിറ്റി ആയിട്ടുള്ള ആളുകൾ, ഭൂരിപക്ഷം നിക്ക സൂനോസിൽ പങ്കെടുത്ത ഭൂരിപക്ഷം പേർ, അവരുടെ ഭാഗത്തു നിന്നും ഇതുപോലെ ദൈവജനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ വാദങ്ങൾക്ക് അവർ മറുപടി പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് ചരിത്ര സംഭവം കവർ ചെയ്തിട്ട് ഇപ്പോൾ പറഞ്ഞ പോലെ വ്യാഖ്യാനത്തിലുള്ള മറുപടി കേന്ദ്ര പോയിന്റിലേക്ക് പോകാം. അപ്പം ഈ കോൺസ്റ്റന്റൈൻ ഇൻവോൾവ് ആകുന്നതിൽ കൂടെ തന്നെ ഒരു തിയോക്രസി നമുക്ക് പറയാൻ പറ്റത്തില്ല, പക്ഷേ ഒരു ഒരു സ്റ്റേറ്റ് ആൻഡ് റിലീജിയൻ എന്ന് പറഞ്ഞെങ്കിൽ സ്റ്റേറ്റ് ആൻഡ് ചർച്ച് എന്നുള്ള ഡിഫറൻസിയേഷൻ കോൺസ്റ്റന്റ് കാലത്തിലൂടെ നമ്മൾ ക്രിസ്ത്യാനിറ്റി നമ്മൾ കാണുന്നില്ല. കാരണം ഇടവഴി കിടക്കുന്നു, റിലീജിയന് വേണ്ടി സ്റ്റേറ്റ് ഇടപെടുന്നു, സ്റ്റേറ്റിന് റിലീജിയൻ സ്വാധീനിക്കുന്നു, സ്റ്റേറ്റ് റിലീജിയൻ്റെ കാര്യത്തിൽ ഇടപെടുന്ന സംഭവം നമുക്ക് കാണുന്നുണ്ട്. അപ്പോൾ അതിൽ കോൺസ്റ്റന്റൈൻ്റെ മക്കളാണ് ചെയ്തതിനകത്ത് അത് വലിയ രീതിയിൽ പൊളിറ്റിക്കലി ഇതിനകത്ത് ഇൻവോൾവ് ആയത്. അപ്പോൾ അതിൻ്റെ ഒരു ഓർമ്മ ഞാൻ ജസ്റ്റ് പറയുകയാണെങ്കിൽ ഈ AD 356 കോൺസ്റ്റാൻറ്റിസ് എന്ന തൻ്റെ മകൻ അത്തനേഷ്യസ് അരിയൂസിന് ദുരുപദേശത്തിനെതിരെ ശക്തമായിട്ട് എതിർക്കുകയും അലക്സാണ്ടറിന് ശേഷം ഒരു പിൻഗാമി എന്നോണം തൃത്വോപദേശം സമർത്ഥിക്കാൻ വേണ്ടി നിന്ന വലിയ വില കൊടുത്ത ഒരു ദേവദാസനാണ് അത്തനേഷ്യസ്. അപ്പം അത്തനേഷ്യസിനെ AD 356 നാട് കടത്തി ആ ഒരു കാലഘട്ടത്തെ ഹിസ്റ്റോറിയൻ ഒരു സ്കോളറായ ബ്രൗൺ അദ്ദേഹം പറഞ്ഞത് തൻ്റെ ഹെറസി ആൻഡ് ഓർത്തഡോക്സ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് ദ ചർച്ചിൽ അദ്ദേഹം പറഞ്ഞത് 366 കൂടി, അതായത് നിക്കാ സുനോദോസ് കഴിഞ്ഞിട്ട് ഒരു തലമുറ, ഒരു ജനറേഷൻ കഴിഞ്ഞ ശേഷം തന്നെ നമ്മൾ നോക്കുമ്പോൾ അരിയൂസിൻ്റെ വിജയം പൂർണ്ണമായെന്ന് തോന്നത്തക്ക വണ്ണം ആ സാമ്രാജ്യത്തിൽ അരിയൂസിൻ്റെ ദുരുപദേശം പടർന്നു പിടിക്കുന്ന ഒരു സംഭവമാണ് കാണുന്നത്. പക്ഷെ അന്നേരം അവിടെ കഴിയുന്നില്ല. പിന്നീട് ജൂലിയൻ എന്ന ചക്രവർത്തി വരുന്നു. അദ്ദേഹമാണ് ഈ റോമൻ ചക്രവർത്തി ഈ കാലഘട്ടത്തിലെ ഏറ്റവും അവസാനമായിട്ടുള്ള വിജാതീയനായ രാജാവ്. അദ്ദേഹം റിലീജിയസ് ടോളറേഷനൊക്കെ വളരെയധികം അനുകൂലിച്ചൊരു സ്വഭാവമുള്ള ഒരാളായിരുന്നു. അദ്ദേഹം ക്രിസ്ത്യൻ ബിഷപ്പ്സ്മാരെല്ലാം തൻ്റെ സ്ഥാനത്ത് തൻ്റെ കാലഘട്ടത്തിൽ തിരിച്ചു കൊണ്ടുവരികയും ആ കാലഘട്ടത്തിൽ അങ്ങനെ ക്രിസ്ത്യൻ ബിഷപ്സിന് ഒരു സ്വാധീനം ഉണ്ടായിരുന്നുകൊണ്ട് അരിയൂസിൻ്റെ വാദത്തിന് ആ കാലഘട്ടത്തിൽ അധികം ശക്തി ആർജിക്കാൻ സാധിച്ചില്ല. അപ്പോൾ ഒരു ഫ്ലക്സ് പീരീഡ് ആയിരുന്നു അന്നേരം. പിന്നെ 370 വാലൻസ് എന്ന് പറയുന്ന ചക്രവർത്തി അധികാരത്തിൽ വന്നു. അദ്ദേഹമായിരുന്നു അവസാനമായിട്ടുള്ള ഏറ്റവും എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള പ്രോ ആര്യൻ എംപറർ, അരിയൂസിൻ്റെ പക്ഷത്തോട് ചേർന്ന് നിന്ന എംപറർ. അദ്ദേഹം 378 മരിക്കുകയും കിഴക്കൻ പ്രദേശത്തെ റോമിൻ്റെ കിഴക്കൻ ഭാഗത്ത് ഒരു സ്ട്രോങ് പൊളിറ്റിക്കൽ സപ്പോർട്ട് ഇല്ലാതെ അരിയൂസിൻ്റെ ടീമിനെ അവശേഷിപ്പിച്ച് നിൽക്കുന്ന സംഭവം കാണുന്നു. പിന്നെ റോമൻ ക്രൈസ്തവ ചക്രവർത്തിമാരായ ഗ്രാസിയും തിയോഡോസിൻ്റെ കാലഘട്ടത്തിൽ കോൺസ്റ്റാന്റിനോപ്പോൾ സുനോദോസ് കൂടുന്നതിലൂടെ തന്നെ അരിയൂസിൻ്റെ നിലപാട്, അരിയൂസിൻ്റെ പക്ഷവും അവിടെ ഇല്ലാതായി പോകുന്നതാണ് നമ്മളവിടെ കാണുന്നത്. ഇല്ലാതായി പോകുന്ന കാണുമ്പോൾ പറയുമ്പോൾ ആ ദുരുപദേശം പിന്നെ ഒരിക്കലും പൊങ്ങി വന്നില്ല എന്നർത്ഥത്തിലല്ല, മറിച്ച് ആ ഒരു പൊളിറ്റിക്കൽ ഡൊമിനേറ്റിംഗ് സ്ട്രെങ്ത് ഇല്ലാതെ അവർ
4-ാം നൂറ്റാണ്ട് ഒടുക്കത്തോടെ അവിടെ ഇല്ലാതാവുകയാണ് കാണുന്നത്. ഈ ടൈം പീരീഡിൽ നമ്മൾ പറഞ്ഞില്ല അത്തനേഷ്യസ് നിലത്ത് നിന്നിട്ട് അഭ്യാസം കാണിക്കുക എന്ന് പറഞ്ഞതിൻ്റെ കാരണം അത്തനേഷ്യസ് ഈ കാലഘട്ടത്തിൽ 5 തവണ നാട് കടത്തപ്പെടുകയാണ്. അപ്പോൾ നാട് കടത്തപ്പെടുന്നതിൻ്റെ കാരണം അത്തനേഷ്യസ് രാജാവിനോ ചക്രവർത്തിക്കെതിരെ തിരിയുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഒരു രാജദ്രോഹ കുറ്റം ചെയ്യുന്നത് കൊണ്ടല്ല, മറിച്ച് അത്തനേഷ്യസ് തൃത്വ ഉപദേശത്തിന് വേണ്ടി നിലനിന്നപ്പോൾ അരിയൂസിൻ്റെ പക്ഷക്കാരും അവരുടെ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഉപയോഗിച്ച് അത്തനേഷ്യസിനെതിരെ തിരിയുന്നതാണ് കാണുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ കാണുന്നത് കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ തന്നെ. അപ്പം നമ്മൾ പറഞ്ഞില്ല കോൺസ്റ്റന്റൈൻ കുറേ നല്ല കാര്യം ചെയ്യുമ്പോൾ തന്നെ ഈ അരിയൂസിനെ ടീം സ്വാധീനിക്കുന്നതിലൂടെ തന്നെ അദ്ദേഹം തിയോളജിക്കലി അദ്ദേഹം സ്വാധീനിക്കപ്പെട്ടു. അദ്ദേഹം ചിന്തിക്കുന്നതാണ് ശരി, അപ്പോൾ ഇതിനുവേണ്ടി നിലപാടെടുക്കണം എന്ന രീതിയിൽ തെറ്റിദ്ധാരണയിൽ അദ്ദേഹം ചെയ്യുന്നത്. ആദ്യം നാട് കടത്തുന്നു, കാരണം അരിയൂസിനെ സ്വീകരിക്കുന്നില്ല എന്ന് പറഞ്ഞ് അത്തനേഷ്യസിനെ ഇവർ കുറ്റം ചുമത്തുന്നു. അപ്പോൾ ഇവർ ചുമത്തുന്ന കുറ്റം എന്ന് പറയുന്നത് അദ്ദേഹം ദുർമന്ത്രവാദവും കൊലപാതകം ഉൾപ്പെടെ ചെയ്തു എന്നൊരു ആരോപണം കൊടുത്താണ് അത്തനേഷ്യനെ അവിടെ നാട് കടത്തുന്നത്. അദ്ദേഹം ഇന്നത്തെ മോഡേൺ ജർമ്മനിയിലോട്ട് അദ്ദേഹം നാട് കടത്തപ്പെടുന്നു. പിന്നെ കോൺസ്റ്റന്റൈൻ്റെ മരണശേഷം അദ്ദേഹം 337 അലക്സാണ്ടറിലോട്ട് തിരിച്ചു വരുന്നു. അത് 1ാമത്തെ നാട് കടത്തൽ. അത് കഴിഞ്ഞ് കോൺസ്റ്റാന്റിയസ് 2ാമൻ്റെ കീഴിൽ 339 തൊട്ട് 346 വരെ അദ്ദേഹം നാട് കടത്തപ്പെട്ടു. അന്നേരം ഈ ഈസ്റ്റേൺ എംപയറിന് അധികാരിയായിരുന്ന കോൺസ്റ്റാന്റിയസ് 2ാമൻ വളരെയധികം ആര്യൻ്റെ സ്വാധീനത്തിലായിരുന്നു. അപ്പം അദ്ദേഹം അത്തനേഷ്യസ് സഭയ്ക്കും രാജ്യത്തിനെതിരെ തീരുമാനങ്ങൾ എടുത്തു എന്ന് പറഞ്ഞ് പരത്തി അതിനെ ഇവിടെ നാടുകടത്തി ഉണ്ടായി. അദ്ദേഹം റോമിലേക്ക് പോവുകയും അവിടെ റോമിലെ ബിഷപ്പായിരുന്ന ജൂലിയസ് 1ാമൻ്റെ കീഴിലും എംപറർ കോൺസ്റ്റാൻസ്, അതായത് വെസ്റ്റേൺ റോം ഭരിച്ചിരുന്ന എംപറർ കോൺസ്റ്റാൻസിനോട് ചേർന്ന് നിൽക്കുകയും അവിടെ നിക്കിയ സുനോദോസിൻ്റെ വിശ്വാസവും സന്യാസ ജീവിതമൊക്കെ അവിടെ വർദ്ധിച്ചു വരാൻ അദ്ദേഹം ഉതകുന്ന രീതിയിൽ പ്രവർത്തിച്ചു. പിന്നെ വെസ്റ്റിലുണ്ടായിരുന്ന അധികാരികളുടെ സഹായത്തോടെ അദ്ദേഹം അലക്സാണ്ടറിലേക്ക് വീണ്ടും തിരിച്ചു വന്നു. പിന്നെ 3ാമത് നാട് കടത്തപ്പെട്ടു ഈ കോൺസ്റ്റാന്റിയസ് 2ാമൻ്റെ കീഴിൽ. കാരണം വെസ്റ്റിലുണ്ടായിരുന്ന കോൺസ്റ്റാൻസ് മരിച്ചപ്പോൾ കോൺസ്റ്റാന്റിയസ് 2ാമൻ്റെ കീഴിൽ റോമൻ സാമ്രാജ്യം മൊത്തം ഒരുമിച്ച് വരികയാണ്. അദ്ദേഹമായിരുന്നു അന്നേരത്തെ സോൾ റൂളർ, ഏകാധിപതി അദ്ദേഹമായിരുന്നു. അപ്പോൾ വീണ്ടും അരിയൂസിനോടുള്ള സിമ്പത്തറ്റിക് ആയിരുന്നുകൊണ്ട് തന്നെ അത്തനേഷ്യനെ നാട് കടത്തുന്നു. ഈജിപ്തിൽ മരുഭൂമിയിൽ അദ്ദേഹം ഒളിച്ച് താമസിക്കുകയും ചെയ്യുന്നു. കോൺസ്റ്റാന്റിയസ് 2ാമൻ്റെ മരണത്തിന് ശേഷം ജൂലിയൻ, നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും അവസാനമായിട്ടുള്ള വിജാതീയ ചക്രവർത്തി ജൂലിയൻ്റെ കാലഘട്ടത്തിൽ ഇവരെല്ലാവരും തിരിച്ചു വരുന്നതിൻ്റെ ഭാഗമായിട്ട്, ക്രിസ്ത്യൻ ബിഷപ്പ്മാരെല്ലാം തിരിച്ചു വരുന്നതിൻ്റെ ഭാഗമായിട്ട്, സ്വാധീനം കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അത്തനേഷ്യസ് തിരിച്ചു വരുന്നു വീണ്ടും അലക്സാണ്ടറിയയിലോട്ട്. വീണ്ടും 4ാമത് നാട് കടത്തപ്പെടുന്നു. നമുക്കിത് കേൾക്കുമ്പോൾ തന്നെ ചിന്തിക്കും, ഓരോ തവണ ഇത് കേൾക്കുമ്പോൾ തന്നെ പിന്നെ നാട് കടത്തപ്പെടുന്നു, പിന്നെ നാട് കടത്തപ്പെടുന്നു. പക്ഷേ അത്തനേഷ്യസ് കടന്നു പോകുന്ന സാഹചര്യം നമ്മളൊന്ന് ചിന്തിക്കേണ്ടതാണ്. ഇതേ ജൂലിയൻ ചക്രവർത്തിയുടെ കീഴിൽ തന്നെ വീണ്ടും അദ്ദേഹം നാട് കടത്തപ്പെടുന്നു. അദ്ദേഹം ആദ്യം ഇതിനോടൊക്കെ സ്വീകാര്യനായിരുന്നെങ്കിലും പിന്നീട് അത്തനേഷ്യസിനെ നാട് കടത്തപ്പെടുന്നു. കാരണം പൊതുജനങ്ങളുടെ അല്ലെങ്കിൽ പൊതുവായിട്ടുള്ള ആര്യൻസിൻ്റെ ആ ഒരു പ്രാബല്യത്തിൽ ഇദ്ദേഹത്തിന് സ്വീകാര്യതയില്ല എന്ന് പറഞ്ഞ് അത്തനേഷ്യസിനെ നാട് കടത്തുന്നു. 363 ജൂലിയൻ മരിക്കുന്നു. എംപറർ ജോവിയൻ അദ്ദേഹം അധികാരത്തിൽ വരുന്നു. അദ്ദേഹം നിക്കിയ സുനോദോസിൻ്റെ ക്രൈസ്തവരോടൊക്കെ അനുകൂലമായതുകൊണ്ട് അത്തനേഷ്യനെ തിരിച്ചു വിളിക്കുന്നു. അങ്ങനെ അവസാനമായിട്ട് നാട് കടത്തപ്പെടുന്നത് എംപറർ വാലൻസ്, നമ്മൾ പറഞ്ഞ പോലെ അവസാനമായിട്ടുള്ള അരിയൂസിൻ്റെ പക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന ചക്രവർത്തി വാലൻസ് ആണ്. വാലൻസിൻ്റെ കാലഘട്ടത്തിൽ അവസാനവും 5ാമതായിട്ട് അത്തനേഷ്യസ് നാട് കടത്തപ്പെടുന്നു. വീണ്ടും ഈ പൊളിറ്റിക്കൽ സംബോധനയാണ് അരിയൂസിൻ്റെ പക്ഷക്കാരെ അടുത്ത് ഉപയോഗിക്കുന്നത്. അദ്ദേഹം എക്സൈൽ ചെയ്യപ്പെട്ടെങ്കിലും അദ്ദേഹം തിരിച്ചു വരുന്നു. അങ്ങനെ തൻ്റെ അവസാന കാലഘട്ടങ്ങൾ സമാധാനത്തോടെ, ഏകദേശം ചില വർഷങ്ങൾ സമാധാനത്തോടെ 373 മരണം വരെ അത്തനേഷ്യസ് അലക്സാണ്ട്രിയയിൽ ചിലവഴിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇവിടെ ഒരു നമ്മൾ ഇന്നത്തെ ഒരു മോഡേൺ ഡേ റെലവൻസ് ഉള്ളത്, എപ്പോഴൊക്കെ പൊളിറ്റിക്കൽ ഇൻ്റർഫിയറൻസ് സഭയ്ക്കകത്ത് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ടോ അത് ഒരിക്കലും സഭയ്ക്ക് ഗുണം ചെയ്താൽ നമ്മളും കാണുന്നില്ല. ആധുനിക കാലഘട്ടത്തിൽ കാണുന്നില്ല, അന്നും കാണുന്നില്ല. പക്ഷേ നമ്മൾ എല്ലാവരും ചിന്തിക്കേണ്ടത്, അന്ന് അരിയൂസിൻ ടീം ചിന്തിക്കുന്നത് ഞങ്ങൾ ചെയ്യുന്നത് ശരിയാണ്, അപ്പോൾ പൊളിറ്റിക്കൽ എന്ത് മീൻസും ഉപയോഗിക്കാം, ദ മീൻസ് ജസ്റ്റിഫൈ ദി എൻഡ് ജസ്റ്റിഫൈസ് ദ മീൻസ്, ലക്ഷ്യമാണ് മാർഗ്ഗമല്ല പ്രധാനം എന്ന രീതിയിലാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ എല്ലാ കാലഘട്ടത്തിൽ ചിന്തിക്കേണ്ടത്, ഈ രാഷ്ട്രീയ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ മെൻറ്റാലിറ്റി ഉപയോഗിക്കുമ്പോൾ അതിനൊക്കെ ഇതിനകത്ത് കരുവാക്കുമ്പോൾ അതിന് പിന്നിൽ ശത്രുവിനും പ്രയോഗിക്കാനും ഇടപെടാനും മനുഷ്യൻ്റെ ബലഹീനതകളെ വിനിയോഗിക്കാനും സഭയിൽ അത് വിള്ളലെടുത്താനൊക്കെ എപ്പോഴും സാധിക്കുന്ന ഒരു സംഭവം തന്നെയാണ് നമ്മൾ കാണുന്നത്. അപ്പം അത്തനേഷ്യൻ സംഭവം ഒരു വലിയൊരു ഓർമ്മപ്പെടുത്തലാണ്. അതോടൊപ്പം തന്നെ അങ്ങനെ വലുതായിട്ട് വില കൊടുത്തൊരു വ്യക്തിയുടെ ഒരു ചരിത്ര സംഭവം കൂടിയാണ്. അപ്പോൾ ഇത്ര അധികം വില കൊടുക്കുന്ന അത്തനേഷ്യസ്, അതായത് നമ്മൾ മുമ്പൊരിക്കൽ പറഞ്ഞ പോലെ അത്തനേഷ്യസ് ഇതിനെ എതിർക്കുന്നതിനെ ഒരു ഡിസ്ക്രിപ്ഷനായിട്ട് പറഞ്ഞത് കോൺട്രമുണ്ടം അത്തനേഷ്യസ് അല്ല, അത്തനേഷ്യസ് കോൺട്രമുണ്ടം. ലോകം അത്തനേഷ്യസിനെതിരല്ല, അത്തനേഷ്യസ് ലോകത്തിനെതിരാണ് എന്ന് പറഞ്ഞു. ലോകം നിനക്കെതിരാണ് എന്ന് പറയുമ്പോൾ അത്തനേഷ്യസിന്റെ ഒരു മറുപടിയായിട്ട്, അത് ശരിക്കും അത്തനേഷ്യസ് പറഞ്ഞാണോ നമുക്കറിയില്ല, പക്ഷേ അത്തനേഷ്യസിന്റെ മറുപടിയായിട്ട് ആ ഒരു കഥയിൽ പറയുന്നത് അത്തനേഷ്യസ് ലോകത്തിനെതിരാണെന്നുള്ളതാണ്. അതെ, അത് ഞാനിത് വായിച്ചു നോക്കിയത് അത്തനേഷ്യസിന് ഈ മെയിൻ സംഭവങ്ങളൊക്കെ നടക്കുന്ന സമയത്ത്, അത്തനേഷ്യസിന് എൻ്റെ പ്രായമുള്ളൂ, 30 വയസ്സിന് താഴെയുള്ള സമയത്താണ് ഞാൻ പല സംഭവങ്ങളും അത്തനേഷ്യസ് നടന്നു പോകുന്നത്. അപ്പോൾ അത്ര ശക്തമായിട്ട് നിൽക്കുന്ന അത്തനേഷ്യസ്
എന്താണ് അരിയൂസിൻ്റെ ടീമിന് എതിരായിട്ട് കൊണ്ടുവന്ന വാദങ്ങൾ, അത്തനേഷ്യസിൻ്റെ വാദങ്ങൾ എന്തായിരുന്നു, എന്തൊക്കെയായിരുന്നു കണ്ണനം അദ്ദേഹം കൊണ്ടുവന്നത്? നിശ്ചയമായിട്ട് നമുക്ക് ആ പോയിന്റിലേക്ക് തന്നെ കടക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു നിർത്തിയ ഭാഗത്തു നിന്ന് തന്നെ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ വാദങ്ങൾ, ഈ നിക്കാസോനോസിൽ പ്രധാനമായിട്ട് ഉന്നയിക്കപ്പെട്ട അതേ വാദങ്ങൾ തന്നെയാണ് അത്തനേഷ്യസും പിൽക്കാലത്ത് തൻ്റെ രചനകളിൽ വളരെ വ്യക്തമായിട്ട് വിശദീകരിക്കുന്നതും ഈ ആരിയൂസിൻ്റെ പക്ഷക്കാരെ ശക്തമായിട്ട് എതിർത്ത് ദൈവജനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരാജയപ്പെടുത്തുന്നതും. അപ്പം നിക്കാസോനോദോസിൽ ഈ അവിടെ മജോറിറ്റിയായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ആ കൂട്ടർ നിക്കാവിശ്വാസം, യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ പൂർണ്ണാർത്ഥത്തിൽ വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ഏറ്റുപറയുകയും ചെയ്ത ആ വിഭാഗം അവരുന്നയിച്ച വാക്യങ്ങൾ, നിക്കാസോനോദോസിൽ പ്രധാനമായിട്ട് ഉപയോഗിച്ച വാക്യങ്ങൾ അത് തന്നെയാണ് പിന്നീട് അത്തനേഷ്യസും ഉപയോഗിക്കുന്നത്. നമുക്കറിയാം യോഹന്നാൻ്റെ സുവിശേഷം 1:1 ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അപ്പോൾ ആ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ വചനം ദൈവമാണ്, അതുകൊണ്ട് തന്നെ കീഴ്പ്പെട്ടവനോ ഏതെങ്കിലും തരത്തിൽ സൃഷ്ടിയായവനോ അല്ല എന്നൊരു വാദം വളരെ വ്യക്തമായിട്ട് അവർ സ്ഥാപിച്ചു. അതുപോലെ തന്നെ യോഹന്നാൻ്റെ സുവിശേഷം 10:30 ഞാനും പിതാവും ഒന്നാകുന്നു എന്ന വാക്യം അത് അവിടെ ചർച്ചയാവുകയുണ്ടായി. അപ്പോൾ വളരെ കൃത്യമായിട്ട് അതിനെ എസൻസിലുള്ള ഒരു യൂണിറ്റി ആയിട്ടാണ് അവർ അതിനെ വ്യാഖ്യാനിച്ചത്. സാരാംശത്തിലുള്ളൊരു അരിയൂസിൻ്റെ പക്ഷക്കാർക്ക് വിരുദ്ധമായിട്ട് ഈ നിക്കാസോനോദോസിൽ നടന്ന ചർച്ചകളിൽ പറഞ്ഞത് എസൻസിലുള്ളൊരു യൂണിറ്റി ആയിട്ടാണ് അവരതിനെ വ്യാഖ്യാനിച്ചത്. പിന്നെ അതുപോലെ തന്നെ എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു എന്നുള്ള യോഹന്നാൻ്റെ സുവിശേഷം 14:9-10 വാക്യങ്ങൾ. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു വാക്യം അത് നിക്കാസോനോദോസിൽ ചർച്ച ചെയ്യപ്പെട്ടു, അതുതന്നെയാണ് പിന്നീട് അത്തനേഷ്യസിൻ്റെ രചനകളിൽ ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത്. അത് എബ്രായ ലേഖനം 1:3 അവൻ അവൻ്റെ തേജസ്സിൻ്റെ പ്രഭയും തത്വത്തിൻ്റെ മുദ്രയും സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനുമാകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരമുണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലത്തുഭാഗത്ത് ഇരിക്കുന്നു. അപ്പോൾ അവിടെ പറയുന്ന 2 കാര്യങ്ങൾ, തേജസ്സിൻ്റെ പ്രഭ, തത്വത്തിൻ്റെ മുദ്ര, ഈ 2 പദപ്രയോഗങ്ങൾ ഈ നിഖ്യാവിശ്വാസത്തിൻ്റെ ഒരു നെടുന്തൂണാണെന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം യേശുക്രിസ്തു ആരാണ്, ദൈവപുത്രൻ ആരാണെന്നുള്ളതിൻ്റെ ഏറ്റവും മാർമികമായൊരു യാഥാർത്ഥ്യമാണ് അവിടെ പറയുന്നത്. ഒരു തേജസ്സിൽ നിന്ന് പ്രഭ വരുന്നത് പോലെ ആ ഒരു ബന്ധമാണ് പിതാവും പുത്രനും തമ്മിലുള്ളത്. അപ്പോൾ തന്നെ പിതാവിൻ്റെ തത്വത്തിൻ്റെ മുദ്രയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു മുദ്ര വെച്ചിട്ട് സ്റ്റാമ്പ് വെക്കുമ്പോൾ എന്താ കാണുന്നത്, മുദ്രയിലുള്ള അത് തന്നെയാണ് കാണുന്നത്. അതേ രീതിയിൽ തന്നെ ദൈവത്തിൻ്റെ ഹുപ്പോസ്റ്റാസിസിൻ്റെ എക്സാക്റ്റ് റെപ്രസെൻറ്റേഷൻ അല്ലെ എക്സാക്റ്റ് നേച്ചർ തന്നെയാണ് പുത്രൻ ഉള്ളത് എന്നൊരർത്ഥമാണ് ഈ ഒരു വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ വ്യാഖ്യാനിക്കുകയും അങ്ങനെയാണ് അവരത് മനസ്സിലാക്കുകയും ചെയ്തത്. അപ്പോൾ അവിടെ ഒരേ സമയം തന്നെ പിതാവും പുത്രനും തമ്മിലുള്ള ബന്ധവും പുത്രൻ പിതാവിൻ്റെ അതേ സാരാംശത്തിൽ ഏകനാണ് എന്ന് കാണിക്കാനും ഈ വേദഭാഗം എബ്രായ ലേഖനം 1:3 അവർ ആ നിലയിൽ വ്യാഖ്യാനിക്കുകയുണ്ട്. അതുപോലെ തന്നെ എബ്രായ ലേഖനം 1:8 പുത്രനോടോ ദൈവമേ നിൻ്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളത് നിൻ്റെ രാജ്യത്വത്തിൻ്റെ ചെങ്കോൽ നേരുള്ള ചെങ്കോൽ. അപ്പോൾ പിതാവ് പുത്രനെ അഭിസംബോധന ചെയ്യുകയാണ്. എന്തെന്ന് അഭിസംബോധന ചെയ്യുന്നത്? ദൈവമേ എന്ന് പറഞ്ഞിട്ടാണ് അഭിസംബോധന ചെയ്യുന്നത്. അവിടെ എന്നും എന്നേക്കുമുള്ളത് എന്ന് പറയുന്നത് ഇമ്മ്യൂട്ടബിലിറ്റി, ആ നിലയിലാണ് അത് വ്യാഖ്യാനിച്ചത്. ദൈവം മാറ്റമില്ലാത്തവനാണ്, പുത്രൻ മാറ്റമില്ലാത്തവനാണ്. അതേ രീതിയിൽ തന്നെ എബ്രായ ലേഖനം 1:10-12 വാക്യങ്ങൾ, കർത്താവേ നീ പൂർവ്വകാലത്ത് ഭൂമിക്ക് അടിസ്ഥാനമിട്ടു, ആകാശവും നിൻ്റെ കൈകളുടെ പ്രവൃത്തിയാകുന്നു, അവ നശിക്കും, നീയോ നിലനിൽക്കും, അവയെല്ലാം വസ്ത്രം പോലെ പഴകിപ്പോകും, ഉടുപ്പ് പോലെ നീ അവയെ ചുരുട്ടും, വസ്ത്രം പോലെ അവ മാറിപ്പോകും, നീയോ അനന്യൻ, നിൻ്റെ സംവത്സരങ്ങൾ അവസാനിക്കുകയുമില്ല. അപ്പോൾ ഈ വേദഭാഗങ്ങളിലൂടെ പുത്രൻ നിത്യനാണ്, പുത്രൻ പിതാവിൻ്റെ സാരാംശത്തിൽ ഏകനാണ്, പിതാവും പുത്രനും തമ്മിലൊരു ബന്ധമുണ്ട്. ഇത്രയും കാര്യങ്ങൾ വളരെ ആധികാരികമായിട്ട് നിക്കാസോനോദോസിൽ വിശദീകരിക്കപ്പെട്ടു. അതിൻ്റെ തന്നെ തുടർച്ചയായിട്ടാണ് അത്തനേഷ്യസിൻ്റെ രചനകളിൽ നമ്മൾ കാണുന്നത്. ഇപ്പോൾ ഈ വേദഭാഗങ്ങളെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ, മറ്റ് പല രചനകളിൽ നിന്നും ആണ് നമ്മൾ ഇതിൻ്റെ അകത്തുനിന്ന് വ്യക്തമായിട്ട് എന്താണ് ഇവിടെ നടന്നതെന്ന് മനസ്സിലാകുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അത്തനേഷ്യസിൻ്റെ രചനകൾ തന്നെയാണ്. ഡിക്രീസ്, വിശ്വാസ പ്രമാണങ്ങളെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ലേഖനമുണ്ട്. അതുപോലെ തന്നെ സോക്രട്ടീസ് എന്ന് പറയുന്ന ഒരു വ്യക്തി സഭാചരിത്രം എഴുതിയിട്ടുണ്ട്. സോക്രട്ടീസ് സഭാചരിത്രം എന്ന പേരിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു രചനയുണ്ട്. അതുപോലെ തന്നെ തിയോഡോററ്റ്, അദ്ദേഹത്തിൻ്റെ ഒരു സഭാചരിത്ര രചനയുണ്ട്. അതുപോലെ തന്നെ ഗലാഷ്യസ് എന്ന് പറയുന്ന മറ്റൊരു വ്യക്തി ഈ സൂനകദോസുകളുടെ ചരിത്രത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അതുപോലെ റൂഫിനസ് എന്ന് പറയുന്ന മറ്റൊരു വ്യക്തി സഭാചരിത്രം എഴുതിയിട്ടുണ്ട്. നമുക്ക് സഭാചരിത്രം എന്ന് പറയുമ്പോൾ UCBSനെയാണ് നമുക്ക് പ്രധാനമായിട്ട് അറിയാവുന്നത്. പക്ഷേ ഈ ആളുകളെല്ലാവരും സഭാചരിത്രം എന്ന പേരിൽ തന്നെ പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ളവരാണ്. അതുപോലെ തന്നെ ഹിലറി ഓഫ് പോയിറ്റേഴ്സ്, അദ്ദേഹത്തിൻ്റെ സിനഡുകളെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ രചനയുണ്ട്. ഈ രചനകളിൽ നിന്നാണ് നമുക്ക് ഈ വാക്യങ്ങളാണ് അവിടെ ചർച്ചയായതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. പിന്നീട് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ അത്തനേഷ്യസ് യഥാർത്ഥത്തിൽ തൻ്റെ ഈ ഇത്രയും അധികം പ്രതിസന്ധികൾ നടക്കുന്നതിൻ്റെ ഇടയ്ക്ക്
ഇപ്പം ജേക്കബ് പറഞ്ഞപ്പോൾ നമ്മുടെ കേൾവിക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവും എത്ര വലിയ ഒരു പ്രതിസന്ധിയിലൂടെ അദ്ദേഹം കടന്നുപോയത്. അദ്ദേഹത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ആ വിശ്വാസത്തിന് വേണ്ടി നിലനിന്നു എന്നുള്ളതാണ്. അതെ അതെ, അതൊന്നും കൂടി ഒന്ന് വ്യക്തമാക്കി പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി നമ്മുടെ ആളുകൾക്ക് ഒരു പ്രയോജനകരമായിരിക്കും തോന്നുന്നു. കാരണം അവിടെ ബാക്കിയുള്ള ബിഷപ്പുമാരടക്കം എല്ലാവരും തന്നെ ഈ പറയുന്ന രീതിയിൽ ചാഞ്ചാട്ടം പ്രകടിപ്പിച്ചു ഇത് സംബന്ധിച്ച്. അതെ, അവിടെ നമ്മൾ ആ നിക്കോസ് ന്യൂസ് വന്ന ക്രൗഡിനെ തന്നെ നമ്മൾ ഈ ചരിത്രരേഖ നമുക്ക് മനസ്സിലാവുന്നത് ഒരു കംപ്ലീറ്റ് മെജോറിറ്റി തുടക്ക കാലഘട്ടത്തിലില്ലായിരുന്നു. വന്ന സമയത്ത് തന്നെ എല്ലാവരും ഓക്കെ നമ്മൾ അരിയൂസിനെ തള്ളിക്കളയുകയാണ് എന്ന് പറഞ്ഞ് വന്നിരുന്നില്ല. കാരണം നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ അരിയൂസ് അലക്സാണ്ടറിന് പോകുന്നു, കൈസറിൽ പോകുന്നു, അവിടെ തന്നെ താൻ സ്വാധീനം ചെലുത്തുന്നു, പലരെയും അരിയൂസിൻ്റെ ദുരുപദേശത്തിൻ്റെ പക്ഷത്തോടാക്കുന്നു. അങ്ങനെയെല്ലാം ചെയ്ത് വന്നിട്ട് നിക്കോസ് ന്യൂസ് വരുമ്പോൾ ശരിയാണ് അത്തനേഷ്യസിൻ്റെയും തൃത്വോപദേശത്തിൻ്റെ പക്ഷത്തുള്ള ആൾക്കാരുണ്ട്. പക്ഷേ അരിയൂസിൻ്റെ പക്ഷത്തായിട്ട് എന്ത് തോന്നുന്നു ഒരു 1/3 ക്രൗഡ് അവിടെ ഉണ്ടായിരുന്നു പറയുന്നു. പിന്നെ ഒരു വാസ്റ്റ് മെജോറിറ്റി ഏത് രീതിയിൽ ചാഞ്ചാടപ്പെടുന്ന രീതിയിലുണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ ചർച്ചകൾ പുരോഗമിക്കുന്നതനുസരിച്ച് ഒരു ക്ലിയർ മെജോറിറ്റി അത്തനേഷ്യസിൻ്റെയും അലക്സാണ്ടറിൻ്റെയും തൃത്വോപദേശത്തിൻ്റെ സൈഡിലോട്ട് വരികയും അരിയൂസിൻ്റെ പക്ഷം വളരെ വിരളമായൊരു മൈനോറിറ്റിയായിട്ട് മാറുകയാണ്. അത് 20-80% പോലെയല്ല, ഒരു 5% 95% എന്ന രീതിയിൽ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുമ്പോൾ അത്ര വിരളമായിട്ട് മാറുന്ന രീതിയിലുള്ളൊരു മൈനോറിറ്റിയായിട്ട് മാറുകയാണ്. അപ്പോൾ അവിടെ തന്നെ ഇവർ മുന്നോട്ട് വെച്ച വാദങ്ങളുടെ ആ ഒരു സ്വാധീനതയും അതിൻ്റെ ആധികാരികതയും വ്യക്തമാണ്. പക്ഷേ ആ വാദങ്ങളും ആ നിലപാടും ആ ഉപദേശവും ഈ പ്രതിസന്ധികളുടെ നടുവിൽ പിടിച്ചു നിർത്തുക എന്ന് തന്നെ പറയുന്നത് ഒന്ന് താൻ തിരിച്ചറിഞ്ഞ സത്യത്തിൻ്റെ ആ ഒരു ബോധ്യവും മറ്റൊന്ന് ദൈവം തന്നെ കൊടുത്ത ആ ഒരു ബലവും. കാരണം ഇത് തികച്ചും പൊളിറ്റിക്കലായിട്ട് മാറിക്കഴിഞ്ഞിരുന്നു. അരിയൂസിൻ്റെ ദുരുപദേശം സാത്താന്യ ശക്തിയുടെ ബലത്താൽ അത് തികച്ചും പൊളിറ്റിക്കലായിട്ട് മാറിയിരിക്കുമ്പോഴാണ് അത്തനേഷ്യസ് രാജ്യ ശക്തികൾക്കെതിരെ ഒറ്റയ്ക്ക് താൻ ഒരു രീതിയിൽ ഒരു ഒറ്റയാൾ പടയാളിയായിട്ട് താൻ പലപ്പോഴും താൻ നിന്ന് ഒരു നമ്മൾ കാണുന്നത്. അതെ, അവിടെ യഥാർത്ഥത്തിൽ ഈ കോൺസ്റ്റന്റൈനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഇൻറ്റൻഷൻ എന്താണ്? രാജ്യത്തിൻ്റെ ഐക്യത, അപ്പം ദൈവശാസ്ത്രപരമായ ഐക്യത. അപ്പോൾ നമ്മളൊരു നിത്യാവിശ്വാസം സ്ഥാപിച്ചല്ലോ, ഇനി പിന്നെ ആരിയൂസിനെ മാത്രമായിട്ട് ഇതിന് പുറത്ത് നിർത്തണം. അപ്പോൾ ആരിയൂസിൻ്റെ വിശ്വാസം എഴുതി തരാൻ പറയുകയാണ്. ആരിയൂസ് സ്വാഭാവികമായിട്ടും ചക്രവർത്തിയുടെ പ്രീതിക്ക് വേണ്ടിയിട്ട് വെള്ളം ചേർത്ത് എഴുതി കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നബാധിതമായ ചില ഭാഗങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് എഴുതി കൊടുത്തു. പക്ഷെ അത് ഫലത്തിൽ നിത്യാവിശ്വാസത്തിനെതിരായിരുന്നു. ഓക്കെ, അപ്പം ആരിയൂസ് ഓക്കെ, അപ്പോൾ ആരിയൂസും ഓക്കെ, അതാ പിന്നെ നമുക്ക് ആരിയൂസിനും കൂടി കൂട്ടാം. ഈ ഒരു മനോഭാവമാണ് കോൺസ്റ്റന്റൈന് ഉണ്ടായിരുന്നത്. സ്വാഭാവികമായിട്ടും പിന്നീട് വന്നു കഴിഞ്ഞപ്പോഴേക്കും നിത്യാവിശ്വാസം കൈക്കൊള്ളുന്നു എന്നുള്ളതിൻ്റെ പേരിൽ അത്തനേഷ്യസിനെ പുറത്താക്കാൻ പറഞ്ഞാൽ കോൺസ്റ്റന്റൈൻ ചിലപ്പോൾ സമ്മതിക്കില്ല. കാരണം കോൺസ്റ്റന്റൈൻ സംഘടിപ്പിച്ച സുനോദോസല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് നേരത്തെ ജേക്കബ് പറഞ്ഞതുപോലെ മറ്റു നിലകളിലുള്ള ആരോപണം ഉന്നയിച്ചു. അദ്ദേഹം കൊലപാതകം നടത്തിയെന്ന് വരെയുള്ള ആരോപണം അദ്ദേഹത്തിനെതിരെ ഉന്നയിച്ചു. അതിനെല്ലാത്തിനും അദ്ദേഹം വളരെ കൃത്യമായി മറുപടി പറയുകയും ആ വാദങ്ങളെല്ലാം ഖണ്ഡിക്കുകയും ചെയ്യുന്നുണ്ട് തൻ്റെ രചനകളിലൂടെയും. ചക്രവർത്തിക്ക് തന്നെ, കാരണം ഇവരീ കൊണ്ടുവരുന്ന പല വാദങ്ങളും തന്നെ ചക്രവർത്തിക്ക് പോലും കൺവിൻസ് ആകുന്നില്ല. ആ രീതിയിലൊക്കെയുള്ള സംഭവങ്ങൾ നടക്കുന്നുണ്ട് അവിടെ അതിൻ്റെ ഇടയിൽ. അപ്പോൾ അത്ര അധികം അദ്ദേഹത്തിന് രാഷ്ട്രീയമായിട്ട് ആക്രമിക്കുന്നൊരു സംഭവ വികാസം ഉണ്ടായി. അത്തനേഷ്യസിൻ്റെ രചനകൾ ഏറ്റവും ശക്തമായിട്ടുള്ളൊരു ആയുധമായിരുന്നു ഏരിയനിസത്തിൻ്റെ തകർച്ചയ്ക്ക് നിദാനമായ. അദ്ദേഹത്തിൻ്റെ രചനകളിൽ പ്രധാനമായിട്ട് ഒറേഷൻസ് അഗെയിൻസ്റ്റ് ഏരിയൻസ് എന്ന് പറയുന്നൊരു രചനയുണ്ട്. അതിൻ്റെ അകത്ത് അദ്ദേഹത്തിൻ്റെ ചില പ്രസംഗങ്ങൾ തന്നെ എന്നുള്ള രീതിയിലാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. വളരെ സിസ്റ്റമാറ്റിക്കായിട്ട്, വളരെ കൃത്യമായിട്ട് വ്യവസ്ഥിതമായൊരു നിലയിൽ തന്നെ ഈ ആരിയൂസിൻ്റെ ഉപദേശങ്ങളെ തച്ചുടയ്ക്കുന്ന ഒരു രചനയാണത് ഒറേഷൻസ് അഗെയിൻസ്റ്റ് ആരിയൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നിത്യാവിശ്വാസത്തെ പ്രതിരോധിച്ചുകൊണ്ട് ഡിക്രിറ്റിസ് എന്ന് പറയുന്ന രചന, മുമ്പ് പറഞ്ഞ ആ രചന, അതിൻ്റെ അകത്ത് അദ്ദേഹം കൃത്യമായിട്ട് എന്താണ് നിത്യാവിശ്വാസമെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. വ്യക്തിപരമായിട്ട് ഞാൻ ഈ ത്രിയേക വിശ്വാസം പഠിച്ചപ്പോൾ ഞാൻ അതിനു മുമ്പ് പല രചനകളും വായിച്ചിട്ടുണ്ട്. ഒരു സംവാദത്തിന് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ വിശ്വാസം സ്ഥാപിക്കപ്പെട്ട സമയത്ത് അവരെന്താണ് എങ്ങനെയാണ് വ്യാഖ്യാനിച്ചതെന്ന് അറിയണമല്ലോ എന്ന് കരുതി ഞാൻ ഈ രചന വായിച്ചു. അപ്പോൾ അന്ന് വരെ ഉണ്ടായിരുന്ന എൻ്റെ കാഴ്ചപ്പാടുകളെല്ലാം അന്നാണ് മാറിയത്. ഞാനന്ന് ചിന്തിച്ചിരുന്നത് ഇതെല്ലാം എന്തോ പാരമ്പര്യത്തിൻ്റെ പേരിലൊക്കെ ആയിരിക്കും അവർ വാദങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത്. കാരണം നമ്മൾ അങ്ങനെയാണല്ലോ ചിന്തിക്കുന്നത്, കോൺസ്റ്റന്റൈൻ വന്നു എല്ലാം തകർന്നു എന്നുള്ള രീതിയാണ് നമ്മൾ ചിന്തിച്ചിരിക്കുന്നത്. അപ്പം വല്ല പാരമ്പര്യമൊക്കെ ഉന്നയിച്ചായിരിക്കും അവർ വാദിച്ചിരിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല, ആ രചന നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് മുഴുവനും ദൈവവചനത്തിൽ നിന്നുള്ള ഉദ്ധരണികളും അതിൻ്റെ വ്യാഖ്യാനമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം അന്ന് വരെ ഉണ്ടായിരുന്ന ആ ആദിമ സഭാപിതാക്കന്മാരെ കുറിച്ച് തന്നെ എനിക്കുണ്ടായിരുന്ന ഒരു കാഴ്ചപ്പാട് പൂർണ്ണമായിട്ടും മാറ്റിമറിച്ച രചനകളാണ് ഈ പറയുന്ന അത്തനേഷ്യസിൻ്റെ രചനകളെന്ന് പറയുന്നത്. അപ്പം അതുപോലെ തന്നെ അദ്ദേഹം ഈ നിക്കാ കൗൺസിലിൻ്റെ ആ വിശ്വാസത്തിന് അതിലേക്ക് കുറച്ച് വെള്ളം ചേർക്കാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോംപ്രമൈസിന് വേണ്ടി ഏകസാരാംശം എന്നാണ് നിത്യാവിശ്വാസത്തിൽ പറഞ്ഞത്. അപ്പോൾ ഏകസാരാംശമല്ല, എന്നാൽ അതുപോലത്തെ ഒരു സാരാംശം, അതായത് അതിനെ നേരിട്ട് തള്ളിക്കളയാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് വ്യാഖ്യാനിച്ച് വളച്ചൊടിക്കാനുള്ള പല ശ്രമങ്ങളും നടക്കുകയുണ്ടായി. അപ്പോൾ ആ ഒരു
സാരാംശം പോലത്തെ എന്ന് പറഞ്ഞ ഒരു സെമി ആരിഡ് ഗ്രൂപ്പും ഇതിനിടയ്ക്ക് ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെയൊക്കെയുള്ള വേറെ അർമീനിയം പോലെയുള്ള പല സ്ഥലങ്ങളിൽ വേറെ ചെറിയ പ്രാദേശികമായ സിനഡുകളൊക്കെ കൂടിയായിരുന്നു. അപ്പം അതിനെതിരെ അത്തനേഷ്യസ് ഡെ സിനോഡിസ് എന്ന് പറയുന്ന ഒരു രചന എഴുതിയിട്ടുണ്ട്. അതും വളരെ പ്രധാനപ്പെട്ട രചനയായിരുന്നു ഈ നിഖ്യാവിശ്വാസത്തെ ആധികാരികമായ നിലയിൽ സ്ഥാപിക്കുന്നതിന്. പിന്നെ അതുപോലെ അപ്പോളോജിയ കോൺട്രാ ഏരിയനോസ് അതിൻ്റെ അകത്ത് അദ്ദേഹം ഈ പറയുന്ന രണ്ട് രീതിയിലും, അതായത് അദ്ദേഹത്തിനെതിരെ ഒരു വ്യക്തിപരമായിട്ട് ഉയർന്ന ആരോപണങ്ങൾക്കുള്ള മറുപടിയും അതുപോലെ തന്നെ വിശ്വാസം സ്ഥാപിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട വിശദീകരണങ്ങളും അദ്ദേഹം ഈ ആരിയൂസിനെതിരെ എന്ന് പറയുന്ന രചനയിൽ എതിരെയുള്ള ഡിഫൻസ് എന്ന് പറയുന്ന രചനയിൽ അദ്ദേഹം വളരെ വിശദമായിട്ട് വിശദീകരിക്കുന്നുണ്ട്. അപ്പം ഈ രചനകളാണ് യഥാർത്ഥത്തിൽ എന്താ പറയുക ദുരുപദേശത്തിൻ്റെ കൊടുങ്കാറ്റിനെ പിടിച്ച് കെട്ടിയതെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. കാരണം അത്ര ആധികാരികമായിട്ടാണ് അദ്ദേഹം അത് വിശദീകരിച്ചിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾ ആരെങ്കിലും ഈ വിശ്വാസം എന്താണെന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതെല്ലാം പബ്ലിക്കലി അവൈലബിൾ ആയിട്ടുള്ള രചനകളാണ്. നിങ്ങൾക്ക് തന്നെ സ്വന്തമായി വായിക്കാവുന്നതേ ഉള്ളൂ. എങ്ങനെയാണ് അതിനെ ദൈവജനത്തെ അവർ വ്യാഖ്യാനിച്ചതെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പം ഈ ഒരു കാലഘട്ടത്തിൽ തന്നെ ഏരിയനിസം അങ്ങനെ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ചക്രവർത്തിയുടെ അപ്രീതിക്ക് കാരണമാകും. അപ്പം അതുകൊണ്ട് അതിൻ്റെ പല വേരിയേഷൻസ് പലരും കൊണ്ടുവരുന്നൊരു സാഹചര്യമുണ്ട്. അതാണ് നമ്മൾ കുറച്ച് മുമ്പ് സംസാരിച്ചത്. എന്നാൽ അതേസമയം തന്നെ വളരെ ശക്തമായിട്ട് ആരിയൂസിൻ്റെ അതേ നിലപാട് തന്നെ ആവർത്തിക്കുന്ന സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇപ്പം യുനോമിയൻസ് എന്ന് പറയുന്നൊരു കൂട്ടരുണ്ടായിരുന്നു. അവരുടെ നിലപാടെന്ന് പറയുന്നത് പുത്രൻ പിതാവിന് യാതൊരു തരത്തിലും തുല്യനല്ല, പിതാവിനെ പോലെയേ അല്ല പുത്രൻ, തികച്ചും വ്യത്യസ്തനാണ് പുത്രൻ്റെ സാരാംശം എന്ന രീതിയിലുള്ളൊരു വീക്ഷണം അവിടെ കൊണ്ടുവന്നു. അപ്പം പിതാവ് പുത്രനെ തൻ്റെ ഇച്ഛയാൽ സൃഷ്ടിക്കുകയാണുണ്ടായതെന്ന് പറയുന്നൊരു വാദമായിരുന്നു ഈ യുനോമിയൻസിൻ്റെ ഒരു വാദം എന്ന് പറയുന്നത്. അപ്പം അവർ എടുത്തതെന്ന് പറയുന്നത് ഏകജാതൻ പുത്രൻ, ഏകജാതൻ ബിഗോട്ടൻ, പിതാവ് അൺബിഗോട്ടൻ. അപ്പോൾ ഈ ബിഗോട്ടൻനെസ്സും അൺബിഗോട്ടൻ എന്ന് പറയുന്നത് ദൈവിക അവരുടെ അസ്തിത്വത്തിൻ്റെ അവരുടെ സാരാംശത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ അതുകൊണ്ട് പുത്രൻ ബിഗോട്ടൻ ആയതുകൊണ്ട് പുത്രൻ്റെ സാരാംശം പിതാവിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് എന്നൊരു വാദമാണ് യുനോമിയൻസ് കൊണ്ടുവന്നത്. അതുപോലെ തന്നെ മറ്റൊരു കൂട്ടർ ഇത് സെമിയേരിയൻസ്, അവരിതുപോലെ തന്നെ പിതാവിനെ പോലെയാണ്, സാരാംശത്തിൽ പിതാവിനെ പോലെയാണ്, ഏക സാരാംശമല്ല പിതാവിനെ പോലെയാണെന്നൊരു വാദം. അൻക്രയിലെ ബേസിൽ എന്ന് പറയുന്നൊരു വ്യക്തിയാണ് ഇതിൻ്റെ ഒരു മുൻപന്തിയിൽ നിന്നിരുന്ന ഒരു ബിഷപ്പ് എന്ന് പറയുന്നത്. സെമിയേരിയൻസ് പിന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു കോംപ്രമൈസ് വേണമല്ലോ. അപ്പം സെമിയേരിയൻസ് അവിടെയുണ്ട്, യൂനോമിയൻസ് ഉണ്ട്, പിന്നെ നിഖ്യാവിശ്വാസം പിന്തുടരുന്നവരുണ്ട്. അപ്പോൾ എല്ലാത്തിനും കൂടി ഒരു കോംപ്രമൈസായിട്ട് വേറൊരു ഗ്രൂപ്പ് അവിടെ വന്നു, ഹോമോയിയൻസ് എന്ന് പറയുന്ന മറ്റൊരു ഗ്രൂപ്പ്. അപ്പോൾ അവരുടെ ചിന്ത അനുസരിച്ചിട്ട് പിതാവിനെ പോലെയാണ്, എന്നാൽ നമ്മൾ സാരാംശത്തെക്കുറിച്ചൊന്നും അങ്ങനെ സംസാരിക്കരുത്, അത് നമുക്ക് എന്താണെന്ന് വിശദീകരിക്കാൻ പറ്റില്ല. അതായത് അപ്പം ഒരേ സാരാംശം അല്ല, രണ്ട് സാരാംശമാണെന്ന് ഒരു കൂട്ടർ, അല്ല അതുപോലത്തെ സാരാംശമാണെന്ന് വേറൊരു കൂട്ടർ, ഏക സാരാംശമാണെന്ന് നിഖ്യാവിശ്വാസം. അപ്പോൾ ഇതിനെല്ലാം കൂടി ഒരുമിപ്പിക്കണമെങ്കിൽ എന്ത് വേണം? പിതാവിനെ പോലെയാണ്, സാരാംശത്തിനെ കുറിച്ചൊന്നും നമ്മൾ സംസാരിക്കരുതെന്ന് പറയുമ്പോൾ മൊത്തം ഒരു കോംപ്രമൈസ് ആയല്ലോ. അപ്പോൾ ഇതിന് ഒരു ചക്രവർത്തിയുടെ ഒരു പിന്തുണയോടും കൂടി തന്നെയാണ് ഈ ഒരു കോൺസ്റ്റാന്റീസ് രണ്ടാമൻ്റെ ഒരു പിന്തുണയോടുകൂടിയാണ് ഈ ഒരു കോംപ്രമൈസ് പൊസിഷൻ വന്നത്. ചിലയിടത്ത് അങ്ങനെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ നമ്മളത്ര കട്ടിക്ക് പറയണോ, നമ്മൾ അങ്ങനെ കടുപ്പിച്ചൊക്കെ പറയണോ, അതൊക്കെ എല്ലാം വചനത്തിലുണ്ട്, നമുക്കതൊന്നും മനസ്സിലാകാത്ത പല കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ പിന്നെ നമുക്കത് എല്ലാവരും കൂടി അങ്ങ് ഒരുമിച്ച് പോയാൽ പോരെ എന്ന് പറയുന്ന ആളുകളെ ഇന്നും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനത്തെ ഒരു പൊസിഷനാണ് ഈ ഹോമോയിയൻസിൻ്റെ ഒരു നിലപാടെന്ന് പറയുന്നത്. അപ്പോൾ അത്രയും വ്യത്യസ്തതകൾ വന്നു, ഇത്രയധികം എതിർപ്പുകൾ വന്നു. അതിൻ്റെ നടുവിലാണ് ഈ വിശ്വാസം വളരെ ആധികാരികമായിട്ട് സ്ഥാപിക്കപ്പെട്ടത് എന്ന് പറയുമ്പോൾ അവിടെ നാം മനസ്സിലാക്കേണ്ടത് ആ വിശ്വാസത്തിന് വേണ്ടി നിന്നവരുടെ ഉറപ്പും അതിനെല്ലാം ഉപരിയായിട്ട് അവരുപയോഗിച്ച ദൈവവചനത്തിൻ്റെ ശക്തിയുമാണ് അവിടെ വളരെ വ്യക്തമായിട്ട് വെളിപ്പെടുന്നത്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത്, നമുക്കുള്ള കുറച്ചുള്ള സമയത്തിനകത്ത് ഈ അരിയൂസിൻ്റെ പക്ഷത്തിൽ നിന്ന് നമ്മൾ കേട്ട് വരുന്ന ചില പ്രമുഖ വാദങ്ങൾ ഒന്ന് ഓടിച്ചിട്ട് അതിൻ്റെ ഒരു ആൻസർ നമുക്ക് കൊടുക്കാൻ ശ്രമിക്കാം. ഒരു സമഗ്രമായ ഒരു ഖണ്ഡനമല്ല, പക്ഷേ ചില പ്രധാന വാക്യങ്ങൾ എടുത്തുള്ളൊരു പെട്ടെന്നൊരു ഖണ്ഡനം പറയാം. അപ്പോൾ ഒന്ന്, നമ്മൾ
യേശുവിനെ പറ്റി അല്ലെങ്കിൽ പുത്രനെ പറ്റി പറയുമ്പോൾ നമ്മൾ വരുന്ന പുത്രൻ ആദിജാതം എന്നുള്ള പ്രയോഗം. റോമർ 8:29 ദ ഫസ്റ്റ് ബോൺ എമംഗ് മെനി ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. കൊലോസിയർ 1:15 ദ ഫസ്റ്റ് ബോൺ ഓഫ് ഓൾ ക്രിയേഷൻ. കൊലോസിയർ 1:18 ദ ഫസ്റ്റ് ബോൺ ഫ്രം ദ ഡെഡ്. അപ്പോൾ ഇത് കാണുമ്പോൾ പെട്ടെന്ന് ചിന്തിക്കും ഫസ്റ്റ് ബോൺ സൃഷ്ടി. ഫസ്റ്റ് ബോൺ, ഒരു കുടുംബത്തിൽ ഫസ്റ്റ് ബോൺ എന്ന് പറഞ്ഞാൽ സൃഷ്ടിക്കപ്പെട്ട അല്ലെങ്കിൽ ആദ്യം ഇതുവരെ ഇല്ലായിരുന്നു പിന്നെ ഉണ്ടായിരുന്ന ഒരു പ്രയോഗമാണല്ലോ എന്നുള്ളത്. പക്ഷേ ഫസ്റ്റ് ബോൺ എന്നാണ് പറയുന്നത്, ഫസ്റ്റ് ക്രിയേറ്റഡ് എന്നല്ല. അതുപോലെ ഈ ഗ്രീക്കിൽ ഈ പ്രോട്ടോടോക്കോസ് എന്നുള്ള പദപ്രയോഗം നമ്മൾ അന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ പഴയ നിയമം വായിക്കുമ്പോൾ തന്നെ ഈ ആദിജാതൻ എന്ന് ഉദ്ദേശിക്കുന്നത് വെറും ആദ്യം ഉണ്ടായിരുന്ന കുട്ടി അല്ലെങ്കിൽ ആദ്യം ജനിച്ച കുട്ടി എന്നതിലുപരി ആ കുടുംബത്തിലുള്ള അല്ലെങ്കിൽ ആ കുടുംബത്തിൻ്റെ ഒരു അനന്തരാവകാശി, ഒരു അധികാരത്തിൻ്റെ ഒരു പ്രയോഗം നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ ഈശോയുടെയും യേശാവിൻ്റെയും യാക്കോബിൻ്റെ കാര്യത്തിൽ തന്നെ അവിടെ ഒരു ട്രാൻസിഷൻ കാണുമ്പോൾ യാക്കോബ് ഒരിക്കലും ആദിജാതനല്ല ബയോളജിക്കലി സ്പീക്കിംഗ്, പക്ഷേ ആദിജാതൻ്റെ ഒരു അധികാരം, ആദിജാതനാവുന്ന ഒരു രംഗം നമ്മൾ കാണുന്നുണ്ട്. അതിനകത്തൊരു വളരെ സ്പഷ്ടമായിട്ടുള്ളൊരു എക്സാമ്പിൾ കാണുന്നത് നമ്മൾ ഈ ഫസ്റ്റ് ബോൺ എന്ന വാക്കിനെ എടുത്തെടുത്ത് നമുക്ക് ഇഷ്ടമുള്ള പോലെ വ്യാഖ്യാനിച്ച് തൃപ്താനുകൂലമാക്കിയെടുക്കുകയല്ല. സങ്കീർത്തനം 89:27 ഐ വിൽ മേക്ക് ഹിം ദ ഫസ്റ്റ് ബോൺ ദ ഹയസ്റ്റ് ഓഫ് ദ കിങ്സ് ഓഫ് ദി എർത്ത്. ഇത് ദാവീദിനെ പറ്റി ദൈവം പറഞ്ഞതാണ്. ദാവീദ് എങ്ങനെയാണ് ഫസ്റ്റ് ബോൺ ആവുന്നത്, എങ്ങനെയാണ് ആദിജാതനാവുന്നത്? ദാവീദ് ഏഴാമൻ കുടുംബത്തിൽ ഏഴാമനാണ്. പക്ഷെ അവിടെ തന്നെ വ്യക്തമാണ് ഈ ആദിജാതനാവുക അല്ലെങ്കിൽ ആദിജാതൻ എന്ന ടൈറ്റിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ബയോളജിക്കൽ പോയിന്റ് അതിനുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ ഒരു സുപ്രമസി, ഒരു അതോറിറ്റി ലഭിക്കുന്ന ഒരു പ്രയോഗ കാലഘട്ടത്തിലുണ്ട്. അവകാശി എന്നുള്ള ഒരു അധികാരത്തിൻ്റെ പിന്തുടർച്ചയുടെ അവിടെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ക്രിസ്തുവിനെ നോക്കി ആദിജാതൻ എന്ന് പറയുമ്പോൾ തികച്ചും അത് നിസ്സംശയമായിട്ട് സൃഷ്ടിക്കപ്പെട്ടു എന്നൊരു പോയിന്റാണെന്ന് പറയാൻ സാധിക്കുകയില്ല. അതുപോലെ വരുന്ന മറ്റൊരു പോയിൻ്റാണ് ആദിജാതൻ ജനിപ്പിച്ചു എന്നുള്ളത്. നമ്മൾ യോഹന്നാൻ 3:16 കാണുന്നു ഫോർ ഗോഡ് സോ ലവ് ദ വേൾഡ് ദാറ്റ് ഹി ഗേവ് ഹിസ് ഓൺലി ബിഗോട്ടൻ സൺ. ആദിജാതൻ എന്നുള്ള പ്രയോഗം നമ്മൾ എബ്രായർ 3:5 അപ്പോസ്തലപ്രവൃത്തി 13:33 ഇവിടെയൊക്കെ ആദിജാതൻ ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന പ്രയോഗം നമ്മൾ കാണുന്നു. അപ്പം ഇത് തന്നെയായിരുന്നു അരിയൂസിൻ്റെ ഒരു മെയിൻ ആർഗ്യുമെൻറ്റ്. അദ്ദേഹം സഭാചരിത്രക്കാരനായ സോക്രട്ടസ് ചർച്ച് ഹിസ്റ്ററിയിൽ അദ്ദേഹം പറയുന്നുണ്ട്, അരിയൂസിൻ്റെ ഒരു പോയിന്റ് റെഫർ ചെയ്യുന്നുണ്ട്. ഇഫ് ദ ഫാദർ ബിഗാറ്റ് ദ സൺ ഹീ ദാറ്റ് വാസ് ബിഗോട്ടൻ ഹാഡ് എ ബിഗിനിങ് ഓഫ് എക്സിസ്റ്റൻസ്. പിതാവ് പുത്രനെ ജനിപ്പിച്ചെങ്കിൽ ജനിപ്പിക്കപ്പെട്ടവന് അസ്തിത്വത്തിന് ഒരു ആരംഭമുണ്ട്. ആൻഡ് ഫ്രം ദിസ് ഇറ്റ് ഈസ് എവിഡൻറ്റ് ദാറ്റ് ദെയർ വാസ് എ ടൈം വെൻ ദ സൺ വാസ് നോട്ട്. നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ അരിയൂസിൻ്റെ ആ മുദ്രാവാക്യം അല്ലെങ്കിൽ ആൾക്കാർ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞ ആ ഒരു ത്രാസൊപ്പിച്ചുള്ള പ്രയോഗത്തിൽ നിന്നൊക്കെ പുത്രൻ ഇല്ലാതിരുന്നൊരു കാലം ഉണ്ടായിരുന്നു തന്നെ വരുന്നതൊക്കെ അതിൻ്റെയൊക്കെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ കോർ നിൽക്കുന്ന ഈ ഒരു പ്രയോഗത്തിലാണ്. അപ്പം ആദിജാതൻ അല്ലെങ്കിൽ ജനിപ്പിച്ചത് എങ്കിൽ തുടക്കമുണ്ട് എന്ന് തന്നെയാണ് പോയിന്റ്. പക്ഷേ ഇവിടെ വരുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രയോഗത്തിനെ നമ്മൾ പറയുമ്പോൾ നമ്മൾ ഈ ആദിജാതൻ അല്ലെങ്കിൽ ജാതൻ എന്നുള്ള പ്രയോഗം നമ്മൾ ഉപയോഗിക്കാറില്ല. ജനിപ്പിച്ചു എന്ന് പോലും നമ്മൾ അറിയില്ല. ആദ്യത്തെ കുട്ടി ഉണ്ടായി, ഇന്നവർക്ക് ജനിച്ചു എന്ന് പറഞ്ഞോളൂ. ഈ ബിഗോട്ടൻ എന്നുള്ള പ്രയോഗം നമ്മൾ മലയാളത്തിൽ അധികം എടുത്ത് കാണാറില്ല. പക്ഷേ ഈ എബ്രായർ 5:5 നമ്മൾ കണ്ട വാക്യം അല്ലെങ്കിൽ ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു, അതിനകത്ത് പല അഭിപ്രായങ്ങളൊക്കെ കാണുമായിരിക്കും. അതൊന്നും അല്ല ഇവിടുത്തെ മെയിൻ പോയിന്റ്. ഞാൻ ചിന്തിച്ചിട്ട് ഇതിനകത്ത് ഈ വാക്യം തന്നെയാണ്, ഈ ബിഗോട്ടൻ എന്നുള്ള പ്രയോഗം തന്നെയാണ് ഇതിൻ്റെ ഉത്തരം തന്നെ കിടക്കുന്നത്. അതായത് ഇപ്പം ഒരു മനുഷ്യൻ ജനിപ്പിച്ചാൽ ജനിക്കുന്നത് മനുഷ്യനായിരിക്കും. ഒരിക്കലും മനുഷ്യന് ഒരു പൂവിനെ ജനിപ്പിക്കാൻ സാധിക്കത്തില്ല, അല്ലെങ്കിൽ മനുഷ്യന് ഒരു പൂച്ചയെ ജനിപ്പിക്കാൻ സാധിക്കത്തില്ല. മനുഷ്യൻ ജനിപ്പിക്കുന്നത് എപ്പോഴും മനുഷ്യനായിരിക്കും. അതുപോലെ നമ്മൾ ഏതൊരു മൃഗത്തെടുത്താലും ആ മൃഗം ജനിപ്പിക്കുന്നത് അതേ സാരാംശമുള്ള ജീവി തന്നെയായിരിക്കും. ഇപ്പം ഞാൻ ആരാണെന്ന് ചോദിച്ചാൽ ജേക്കബാണ്, ഞാൻ എന്താണെന്ന് ചോദിച്ചാൽ ഹ്യൂമൻ ബീയിങ്. അപ്പോൾ ആ വാട്ട് ഈസ് ജേക്കബ്, ആ വാട്ട് പോയിന്റിലേക്കാണ് നമ്മൾ ശ്രദ്ധ പോകുന്നത്. ഒരു മനുഷ്യൻ ജനിപ്പിക്കുന്നതിൻ്റെ വാട്ട് അല്ലെങ്കിൽ മനുഷ്യൻ ജനിപ്പിക്കുന്നതിൻ്റെ നേച്ചർ എപ്പോഴും മനുഷ്യൻ്റെ തന്നെയായിരിക്കും. അപ്പോൾ അങ്ങനെയെങ്കിൽ പിതാവ് പുത്രനെ ജനിപ്പിച്ചുവെങ്കിൽ പുത്രൻ്റെ സാരാംശം പിതാവിൻ്റെ തന്നെ ആയിരിക്കണം. അപ്പം അതുതന്നെയാണ്. അപ്പം അങ്ങനെയെങ്കിൽ പറഞ്ഞ നിക്കോസിനോദോസിൻ്റെ വിശ്വാസ പ്രമാണത്തിൻ്റെ പോയിന്റ് അവിടെ ക്ലിയർ ആയി. പിതാവിനും പുത്രനും ഒരേ സാരാംശമാണ്, ഏക സാരാംശമാണ്, ഏകദേശ സാരാംശമല്ല. ഇപ്പം എൻ്റെ മകന് മനുഷ്യ സാരാംശം തന്നെയാണ്, കാരണം ഞാൻ മനുഷ്യനാണ്. അപ്പോൾ പൂർണ്ണമായിട്ട് മനുഷ്യ സാരാംശമാണ്, അല്ലാതെ മകൻ 98% മനുഷ്യനും ഞാൻ 100% മനുഷ്യനാവുന്നില്ല. സെയിം ബീയിങ് തന്നെയാണ് ഉള്ളത്. അപ്പോൾ അത് തന്നെയാണ് ഈ ജാതൻ, ഏകജാതൻ, ആദിജാതൻ എന്നുള്ള പ്രയോഗത്തിനൊക്കെ വരുന്നതിനുള്ള ബിഗോട്ടൻ്റെ ഉള്ള ഉത്തരം കിടക്കുന്നത് ആ സെയിം നേച്ചറിന്റെ ശരിയായ ഒരു അർത്ഥത്തിൽ തന്നെയാണ്. അപ്പം വേറെ ചോദ്യം വരുന്നുണ്ട്, അപ്പം ഈ ജാതനാവുക അല്ലെങ്കിൽ ജനിപ്പിക്കുക എന്ന് പറയുമ്പോൾ ഒരു സമയത്തിന് സംഭവം വരുന്നില്ലേ? ഇപ്പം എൻ്റെ മകൻ ജനിക്കുന്നതിന് മുമ്പ് ഒരു കാലം ഉണ്ടായിരുന്നു, അപ്പോൾ അന്നേരം മകനില്ലായിരുന്നു, പിന്നെ ജനിക്കുന്നു, പിന്നെയാണ് മകൻ ഉണ്ടാകുന്നത്. അപ്പോൾ ഒരു തുടക്കം അവിടെ ഇല്ലയെന്ന് പറയുമ്പം തുടക്കം അങ്ങനെ ഒരു ടൈം ഫാക്ടർ ഇല്ലാതെ തന്നെ ആ ആദിജാതൻ, ഏകജാതൻ എന്നുള്ള പ്രയോഗത്തിന് അവിടെ നിലനിൽക്കാൻ സാധിക്കുമെന്ന് സഭാ പിതാക്കന്മാരെ മുന്നോട്ട് വെച്ചൊരു പോയിന്റ് ഉള്ളത്. സൂര്യനിൽ നിന്ന് സൂര്യകിരണം പുറപ്പെടുവിക്കുന്നു. അപ്പം സൂര്യകിരണം സൂര്യനില്ലാതെ വരത്തില്ല,
സൂര്യനുണ്ടെങ്കിൽ സൂര്യകിരണം ഉണ്ടായിരിക്കും. അപ്പോൾ ഈ സൂര്യകിരണം സൂര്യനിൽ നിന്ന് പ്രൊസീഡ് ചെയ്യുന്ന പോലെ പുത്രൻ പിതാവിൽ നിന്നും നിത്യമായിട്ട് പ്രൊസീഡ് ചെയ്യുന്നു. ഒരു 1000 വർഷം സൂര്യനുണ്ടെങ്കിൽ 1000 വർഷവും സൂര്യകിരണം ഉണ്ടായിരിക്കും. ഡെനിഷ പറഞ്ഞ വേറൊരു പോയിന്റ് ഉണ്ടായിരുന്നു, നിത്യമായ ചിരി എന്ന് പറഞ്ഞത്. അത് ചുണ്ടിൽ നിന്നാണ് ചിരി വരുന്നത്. അപ്പം എപ്പോഴുമുള്ളൊരു ചിരിക്കുന്ന ചുണ്ടുണ്ടെങ്കിൽ ആ ചുണ്ടിൽ നിന്ന് എപ്പോഴും ആ ഒരു ചിരിയും പ്രൊസീഡ് ചെയ്യുന്നുണ്ട്. ചിരി ചുണ്ടിൽ നിന്ന് തന്നെ ആയിരിക്കും, ചുണ്ട് ചിരിയിൽ നിന്നല്ല. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് നോക്കുമ്പം ഇറ്റേണലി ബിഗോട്ടൺ ആവുക എന്ന് പറയുന്നതിന് ഒരു ടൈം ഫാക്ടർ അവിടെ നിർബന്ധമായിട്ട് വരണം എന്നില്ല. പുത്രൻ നിത്യമായിട്ട് പിതാവിൽ നിന്ന് ജനിപ്പിക്കപ്പെട്ടവനായിട്ട്, സൃഷ്ടിക്കപ്പെടാതെ ജനിപ്പിക്കപ്പെട്ടവനായിട്ട് നിലനിൽക്കാൻ സാധിക്കും എന്ന് ഈ എക്സാമ്പിൾസിലൂടെ നമുക്ക് ആ പ്രയോഗം മനസ്സിലാക്കാൻ സാധിക്കും. ബട്ട് അതെല്ലാം നമ്മൾ മാറ്റി നിർത്താലും ആദിജാതൻ, ഏകജാതൻ എന്ന് പറയുമ്പോൾ ആ പിതാവിൻ്റെ അതേ സ്വഭാവം, നേച്ചർ, എസൻസ് തന്നെയാണ് പുത്രനിലും ഉണ്ടായിരിക്കുക എന്ന് തന്നെയാണ് കീ പോയിന്റ്. അവിടെയാണ് നിത്യവിശ്വാസ പ്രമാണത്തിൻ്റെ കീ പോയിന്റ്. നമ്മൾ ഈ പറഞ്ഞ ഈ കോംപ്രമൈസ് എല്ലാം വരുന്നത് ഈ പിതാവിൻ്റെ സാരാംശം തന്നെയാണ് പുത്രൻ. ഇവരുടെ എസൻസ്, ഇവരുടെ നേച്ചർ എന്താണ്, ഫാദർ എന്താണ്, ഫാദർ ഈസ് ഗോഡ്. പുത്രൻ എന്താണ്, പുത്രൻ സൃഷ്ടിയാണ്. വാട്ട് അതിലാണ് ചോദ്യം കിടക്കുന്നത്. വാട്ട് ഈസ് ഫാദർ, വാട്ട് ഈസ് സൺ. അപ്പോൾ ആ വാട്ട് എന്ന് പറഞ്ഞ നേച്ചർ ജനിപ്പിക്കപ്പെടുന്നവരിൽ അതേപടി തന്നെ ക്യാരി ഓൺ ചെയ്യും. അപ്പം പിതാവിൽ നിന്ന് പുത്രൻ ജനിച്ചു, യെസ്, ബൈബിൾ ക്ലിയർ ആണ്. ആണെങ്കിൽ പുത്രന് പിതാവിൻ്റെ അതേ സാരാംശം തന്നെയാണ് ഉള്ളത്, ഒരു സംശയം. യഥാർത്ഥത്തിൽ ഇത് ആരിയൂസിന്റെ പക്ഷക്കാർ നിത്യാവിശ്വാസത്തിനെതിരെ അല്ലെങ്കിൽ ദൈവവചനത്തിൽ കാണുന്ന യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തിനെതിരായൊരു വാദമായിട്ട് കൊണ്ടുവന്ന ആ പദപ്രയോഗത്തിന്റെ അർത്ഥം ശരിയായ രീതിയിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരുടെ വാദത്തിനെതിരെയുള്ള അർത്ഥമാണ് അതിനുള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. പിന്നെ ഒരു പോയിന്റ് കൂടെ ഉള്ളത്, ഒരു വാദം കൂടെ കൊണ്ടുവരുന്നത് വെളിപ്പാട് 3:14 ക്രിസ്തുവിനെ പറ്റി പറഞ്ഞു വരുമ്പോൾ ദ ബിഗിനിങ് ഓഫ് ഗോഡ്സ് ക്രിയേഷൻ, സൃഷ്ടിയുടെ ആരംഭം എന്നുള്ള പ്രയോഗം. അപ്പോൾ പെട്ടെന്ന് നമ്മൾ വായിക്കുമ്പോൾ ചിന്തിക്കും സൃഷ്ടിയുടെ ആരംഭമെങ്കിൽ ആദ്യത്തെ സൃഷ്ടിയായിരുന്നു കൂടെ എന്നുള്ളത്. അവിടെ ഈ ബിഗിനിങ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആർക്കെ എന്ന പ്രയോഗമാണ്. ആർക്കയ്ക്ക് പല അർത്ഥങ്ങൾ ഞാൻ പറയാം. ഒന്ന് ബിഗിനിങ്, മറ്റൊന്ന് ഒറിജിൻ, മറ്റൊന്ന് റൂളർ, അതോറിറ്റി, പ്രിൻസിപ്പാലിറ്റി. ഇതിൻ്റെ ലെക്സിക്കോൺ നമ്മൾ ചെല്ലുമ്പോൾ ഈ വെളിപ്പാട് 3:14 ആർക്കെ പ്രയോഗത്തെ പറ്റിയുള്ളൊരു ഡെഫിനേഷൻ കൊടുത്തിരിക്കുന്നത് ദാറ്റ് ബൈ വിച്ച് എനിത്തിങ് ബിഗിൻസ് ടു ബി ദി ഒറിജിൻ ആക്റ്റീവ് കോസ്. അപ്പം ഇനി ആ വാക്കിനകത്ത് ഇല്ല, ഇംഗ്ലീഷിൽ ബിഗിനിങ് തന്നെയാണ് എന്ന് പറഞ്ഞ് കടിച്ചു പിടിച്ചാൽ പോലും ആ വാക്കിന് ഉപയോഗിക്കപ്പെടുന്ന മറ്റ് പ്രയോഗം നമ്മൾ കാണുന്നു. ഇതേ ആർക്കെ പ്രയോഗത്തിനകത്തെ അതോറിറ്റി, റൂൾ, ഒറിജിൻ എന്നൊക്കെ പുതിയ നിയമത്തിൽ പല ഭാഗത്തും നമ്മൾ കാണുന്നുണ്ട്. അപ്പം അങ്ങേയറ്റം ഒരു അരിയൂസ് പക്ഷക്കാരന് പറയാൻ പറ്റുന്നത് ഓക്കെ, ഇത് നമുക്ക് ഏത് രീതിയിൽ കൊണ്ടുപോകുന്ന ഒരു വാക്യമാണല്ലോ എന്ന് മാക്സിമം പറയാൻ സാധിക്കും. അത് സമർത്ഥിക്കാൻ സാധിക്കത്തില്ല, പക്ഷേ അങ്ങേയറ്റം ഇതിന് പല പ്രയോഗങ്ങൾ മാത്രം പറഞ്ഞു നിർത്താൻ സാധിക്കത്തുള്ളൂ. ഇതൊരു വാദമായിട്ട് ഒരിക്കലും ഉപയോഗിക്കാൻ സാധിക്കത്തില്ല. അത് മാത്രമല്ല, നമ്മൾ ഈ വാക്കിൻ്റെ അർത്ഥവും ഇതിൻ്റെ ലെക്സിക്കൺ നമ്മൾ നോക്കുമ്പോൾ തൃത്വോപദേശം തന്നെയാണ് അവിടെ സമർത്ഥിക്കപ്പെടുന്നത്. പക്ഷേ ഒരിക്കലും അരിയൂസിൻ്റെ പക്ഷത്തിന് ഈ ഒരു വാക്യം എടുത്തിട്ട് ഇത് അരിയൂസിൻ്റെ നിലപാട് സമർത്ഥിക്കുന്നതാണ് എന്ന് ഒരിക്കലും പറയാൻ പറ്റുന്ന ഒരു പോയിന്റ് അവിടെയില്ല. ഒന്ന് സജസ്റ്റ് ചെയ്യാം, ഒന്നൊരു പോയിൻ്റായിട്ട് കൊണ്ടുവരാം, കണ്ടന്റ് ചെയ്യാം എന്നുള്ളൊരു മാത്രമേ അതിന് കൽപ്പ് അവിടെ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി നമുക്ക് നമ്മുടെ സമയം തീരാൻ പോകുമ്പോൾ നമുക്ക് ഓടിച്ചിട്ട് നോക്കേണ്ടത്, നമ്മൾ പറഞ്ഞാൽ ഈ അരിയൂസിൻ്റെ നിലപാട് 4-ാം നൂറ്റാണ്ടിൽ തന്നെ പല നിലപാടുകളും പല വ്യത്യാസങ്ങളായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ആധുനിക കാലഘട്ടത്തിൽ ഇന്ന് നമ്മൾ ജീവിക്കുന്ന ലോകത്ത് ഹോമിയൻസോ അങ്ങനെ നമ്മൾ കേട്ട് പരിചയമില്ല. എന്ത് രീതിയിലുള്ള അരിയൂസിൻ്റെ ദുരുപദേശം മുന്നോട്ട് കൊണ്ടുപോകുന്ന അതിൻ്റെ വാഹകരായിട്ടുള്ള ദുരുപദേശ സംഘങ്ങളാണ് നമ്മുടെ ചുറ്റുപാടുള്ളത്? നിശ്ചയമായിട്ടും ഈ ആധുനിക കാലഘട്ടത്തിൽ ഇത് അരിയൂസ് പക്ഷത്തിൻ്റെ ഒരു റിവൈവൽ ഉണ്ടായിട്ടുണ്ടെന്ന് നമുക്ക് പറയാം. പ്രത്യേകിച്ചും നമുക്കറിയാവുന്നതുപോലെ ധാരാളം സംഘടനകൾ ഈ ഒരു നിലപാട് അനുസരിച്ച്, അതായത് യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ നിഷേധിക്കുന്ന പല വിഭാഗങ്ങളുണ്ട്. യഹോവ സാക്ഷികൾ നമുക്ക് എല്ലാവർക്കും പരിചയമുള്ളൊരു വിഭാഗമാണ്. 1870-കളിലാണ് അതിൻ്റെ ഒരു ആരംഭം എന്ന് പറയുന്നത്. അതിൻ്റെ ചരിത്രവും അതിൻ്റെ വ്യാപനവും അവർക്ക് പറ്റിയിട്ടുള്ള അബദ്ധങ്ങളുമൊക്കെ വളരെ ലോകപ്രശസ്തമാണ്. അവരുടെ പ്രവചനവും അതിൻ്റെ അബദ്ധങ്ങളുമൊക്കെ ലോകപ്രശസ്തമായ കാര്യങ്ങളാണ്. അവർ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ബൈബിളുണ്ട്. അവർ ദൈവവചനത്തെ കോട്ടിക്കളഞ്ഞ് ബൈബിളിനെ തിരുത്തി പ്രസിദ്ധീകരിച്ചിട്ടുള്ള അവരുടെ ബൈബിൾ അത് വളരെ പ്രശസ്തമാണ്. സ്വാഭാവികമായിട്ട് അവർ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ നിഷേധിക്കുന്നു. നേരത്തെ ഈ പറഞ്ഞ രീതിയിലുള്ള വാദങ്ങൾ തന്നെയാണ് അവർ ഉന്നയിക്കുന്നത്. അതുകൊണ്ട് ക്രിസ്റ്റഡാൽഫിയൻസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുണ്ട്. ഈ യഹോവ സാക്ഷികളെ സംബന്ധിച്ചിടത്തോളം യേശു മിഖായേൽ ദൂതനാണ്, അങ്ങനെയാണ് അവർ തന്നെ വ്യാഖ്യാനിക്കുന്നത്. ക്രിസ്റ്റഡാൽഫിയൻ എന്ന് പറയുന്ന മറ്റൊരു ഗ്രൂപ്പുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം യേശു ഒരു മനുഷ്യൻ മാത്രമാണ്. യേശു ഒരു മനുഷ്യനാണ്, ദൈവത്താൽ സ്വീകരിക്കപ്പെട്ടൊരു മനുഷ്യൻ. അപ്പോൾ ആ ഒരു രീതിയിൽ വിശ്വസിക്കുന്ന ആ ഗ്രൂപ്പ്, അവരും 1840-കളിലാണ് അവരുടെ ഒരു ആരംഭം എന്ന് പറയുന്നത്. അവരും യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ നിഷേധിക്കുന്ന ഒരു ഗ്രൂപ്പാണ്. പിന്നെ അതുപോലെ തന്നെ ഫിലിപ്പീൻസിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൊരു ഗ്രൂപ്പുണ്ട്, ഇഗ്ലേഷ്യ നീ ക്രിസ്റ്റോ എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പ്. ഇന്നത്തെ ഫിലിപ്പീൻസിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. 1914 ആരംഭിച്ച ഒരു വിഭാഗമാണ്.
അവരും ഈ പറയുന്നത് പോലെ തന്നെ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ നിഷേധിക്കുന്ന ത്രിത്വവിരുദ്ധമായ വ്യാഖ്യാനങ്ങളും സമീപനങ്ങളും പുലർത്തുന്ന ഒരു ഗ്രൂപ്പാണ്. അപ്പോൾ ഇതൊക്കെ പ്രധാനമായിട്ടും പേര് നമുക്ക് കൃത്യമായി പറഞ്ഞ് പിൻപോയിൻ്റ് ചെയ്യാവുന്ന സംഘടനകളാണ്. എന്നാൽ അങ്ങനെ നമുക്ക് പിൻപോയിൻ്റ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് ഫ്രീ യൂണിറ്റേറിയൻ ചർച്ചുകളുണ്ട്. അങ്ങനത്തെ ധാരാളം ചർച്ചുകളുണ്ട്. അവർ ഈ ഒരു രീതിയിലുള്ള സംഘടനാ സ്വഭാവം അവർക്ക് കാണത്തില്ലായിരിക്കും. പക്ഷേ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ഏറ്റവും ആധികാരികമായിട്ടുള്ള ത്രിയേക വിശ്വാസത്തെ നിഷേധിക്കുന്ന അത്തരത്തിലുള്ള ധാരാളം ചെറിയ ചെറിയ കൂട്ടങ്ങളും സഭകളും ഒക്കെ ലോകത്ത് നിലവിലുണ്ട്. അപ്പം അത് ആ രീതിയിൽ ഒരു 16-17 നൂറ്റാണ്ടുകളിൽ വന്നിട്ടുള്ള തൃത്വവിരുദ്ധ നിലപാടുകളുടെ ഒരു പിന്തുടർച്ചക്കാരെന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമ്മൾ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് നമ്മുടെ വിശ്വാസം സ്ഥാപിക്കേണ്ടത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം പാരമ്പര്യത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് ഇതിനെല്ലാം തച്ചുടച്ച് ഞങ്ങൾ എന്താ പറയുക ആദിമ എന്താ പറയുക അതിൻ്റെ നൈർമല്യതയോടുകൂടെ പുനഃസ്ഥാപിക്കും, അങ്ങനെ ഒരു കാഴ്ചപ്പാടിൻ്റെ അകത്ത് വന്നിട്ടുള്ള ഒരുപാട് വിഭാഗങ്ങളുണ്ട്. പക്ഷെ അവർ തെറ്റിയിരിക്കുന്നു. കാരണം ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്ന ആധികാരികമായി തന്നെ നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു ഉപദേശമാണ് ത്രിയേക വിശ്വാസം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു റിഫർമേഷൻ ഒരു വേറൊരു വിഭാഗമായിട്ട് വന്നിട്ടുള്ള ചെറിയ ചെറിയ പല യൂണിറ്റേറിയൻ ചർച്ചുകളുമുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ കാലഘട്ടത്തിലുള്ള ആരിയസ് പക്ഷത്തിൻ്റെ എന്താ പറയുക ഒരു ആധുനിക രൂപാന്തരപ്പെട്ട അവതാരങ്ങളെന്ന് വേണം നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇവരുടെ വാദങ്ങളൊക്കെ നമ്മൾ പറഞ്ഞ അരിയൂസിന്റെ മെയിൻ പോയിന്റുകളൊക്കെ തന്നെയാണ് നമ്മൾ കാണുന്നത്. അതെ അതെ. ദേവസാക്ഷികളെ പറ്റി നമ്മൾ നോക്കുമ്പോൾ തന്നെ പിതാവിനേക്കാൾ വലിയവൻ, ആദിജാതൻ, ഏകജാതൻ, ഇതൊക്കെ തന്നെയാണ് വരുന്നത്. നമ്മൾ ഇതിനകത്ത് പറയപ്പെടാത്ത എന്തെങ്കിലും പ്രത്യേക യുണീക്ക് ആയിട്ടുള്ള എന്തെങ്കിലും വാദങ്ങളുണ്ടോ നമുക്കൊന്ന് ഓടിച്ചുട്ട് നോക്കാൻ പറ്റുന്നത്? ഏകദേശം ആക്ച്വലി ഇവരെല്ലാം പറയുന്ന വാദങ്ങളെല്ലാം തന്നെ ഈ ആരിയൂസ് പക്ഷത്തിൻ്റെ അതേ വാദങ്ങൾ തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പം 1600 വർഷം മുമ്പ് ഖണ്ഡിക്കപ്പെട്ട വാദങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോഴും അവർ എടുത്തുകൊണ്ട് വരുന്നത്. ഇതിൻ്റെ അകത്ത് പ്രത്യേകിച്ചൊരു യുണീക്കായിട്ടുള്ള ഒരു വാദമെന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് അങ്ങനെ സ്പെസിഫിക് ആയിട്ട് പറയാനൊന്നും തന്നെ ഇല്ല. പിന്നെ ചില എംഫസിസിലുള്ളൊരു വ്യത്യാസമാണ്. ഇപ്പം നേരത്തെ നമ്മൾ സംസാരിച്ച വെളിപ്പാട് പുസ്തകത്തിലെ ആ വാക്യം സൃഷ്ടിയുടെ ആരംഭം എന്ന് പറയുന്ന വാക്യം, അത് ആക്ച്വലി ഇന്നവർ കൂടുതൽ ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ ആരിയൂസിൻ്റെ കാലഘട്ടത്തിൽ അതിനേക്കാളും കൂടുതൽ ഉപയോഗിച്ചിരുന്നത് സദൃശവാക്യങ്ങളിലെ ഭാഗമാണ്. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ വ്യത്യാസങ്ങളല്ലാതെ അതർവൈസ് ഇവരെല്ലാം ഉപയോഗിക്കുന്ന വാക്യങ്ങൾ ഈ വാക്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ മറ്റൊരു വാക്യം ഇവരെ കൂടുതൽ ഇന്ന് ആ ഒരു ചെറിയൊരു വ്യത്യാസമെന്ന് വേണമെങ്കിൽ പറയാവുന്നത്, പിതാവിനെ ഏകദൈവം എന്ന് വിളിച്ചിരിക്കുന്ന വാക്യങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ യേശുവിൻ്റെ ദൈവത്തെ നിഷേധിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ അകത്ത് അത് പക്ഷേ ആദിമ നൂറ്റാണ്ടിലെ കാലഘട്ടത്തിൽ അത് വിലപ്പോകില്ലായിരുന്നു. കാരണം ഈ 4-ാം നൂറ്റാണ്ടിൽ 5-ാം നൂറ്റാണ്ടിൽ ആ വാക്യം വെച്ചിരിക്കുന്ന യേശുവിൻ്റെ ദൈവത്വത്തെ നിഷേധിക്കാൻ സാധിക്കില്ലായിരുന്നു. കാരണം അത് നിഖ്യാവിശ്വാസവും ആരംഭിക്കുന്നത് പിതാവിനെ ഏകദൈവം എന്ന് പരാമർശിച്ചുകൊണ്ടാണ്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് അവർക്ക് എല്ലാവർക്കും അറിയാവുന്നത് കൊണ്ട് തന്നെ ആ വാക്യം വെച്ച് അതിനെ യേശുവിൻ്റെ ദൈവത്വത്തെ നിഷേധിക്കാൻ സാധിക്കില്ല. എന്നാൽ ആധുനികമായിട്ട് ത്രിയേക വിശ്വാസം ശരിയായ നിലയിൽ മനസ്സിലാക്കാത്ത ഈ ഒരു കാലഘട്ടത്തിലെ സമൂഹത്തിൽ പിതാവിനെ ഏകദൈവം എന്ന് വിളിച്ചിരിക്കുന്ന വാക്യങ്ങൾ കണ്ടോ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ പലരും ഭയപ്പെടാൻ സാധ്യതയുണ്ട്. അങ്ങനെ ആ വാക്യങ്ങൾക്ക് കുറച്ച് ഒരു വ്യത്യസ്തമായൊരു പ്രാധാന്യം വന്നിട്ടുണ്ടെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. എന്നാൽ 4-ാം നൂറ്റാണ്ടിൽ ആ വാക്യം വെച്ചൊരിക്കലും യേശുവിൻ്റെ ദൈവത്തെ നിഷേധിക്കാൻ സാധിക്കില്ല. കാരണം അത് നിഖ്യാവിശ്വാസത്തിൻ്റെ തന്നെ അടിസ്ഥാനമായിട്ടുള്ള ഒരു വിശ്വാസം തന്നെയാണ്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു വ്യത്യസ്തത എന്ന് പറയാനുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ മാത്രമാണുള്ളത്. ആ വ്യത്യസ്തത വന്നതിൻ്റെ ഒരു കാരണം എന്നുള്ളത്, ഇന്നത്തെ നമ്മൾ തൃത്വവിശ്വാസം നമ്മൾ മുറുകെ പിടിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ തൃത്വവിശ്വാസങ്ങൾ പൊതുവെ നമ്മൾ പറയുമ്പോൾ, ഈ തൃത്വവിശ്വാസത്തിൻ്റെ ആ ഒരു ആധികാരികത ആഴവും ചരിത്രത്തിൽ ഉടനീളം അത് രൂപം കൊണ്ടെന്ന് പറയാൻ സാധിക്കത്തില്ല. പക്ഷേ അത് ലിഖിത രൂപത്തിൽ പുറത്ത് വന്നതിൻ്റെ ഒരു ആഴം മനസ്സിലാകത്തോണ്ടാണ് ഈ ഏകദൈവം, പിതാവ് ഏകദൈവം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് യൂണിറ്റേറിയൻ ആണോ എന്ന് ചിന്തിക്കുന്നതിൻ്റെ കാരണം വരുന്നത്. അപ്പം അതിൻ്റെ ഒരു റിയാക്ഷൻ ആയിട്ടാണ് തോന്നുന്നു ഇപ്പോൾ ഇവർ ഈ സ്ട്രാറ്റജി മാറ്റി പിടിച്ചു വരുന്നത്. ഞാൻ ഈ ഖണ്ഡനത്തിന് ഒരു വാക്ക് ശ്രദ്ധിച്ചപ്പോൾ നമ്മളടുത്ത പോലെ ജസ്റ്റ് പറഞ്ഞു പോവുകയാണെങ്കിൽ, യോവേൽ 2:32 വാക്കിങ്ങനെയാണ്, ആൻഡ് ഇറ്റ് വിൽ കം അബൌട്ട് ദാറ്റ് ഹൂ എവർ കോൾസ് ഓൺ ദ നെയിം ഓഫ് ദ ലോർഡ് വിൽ ബി ഡെലിവേർഡ്. ഈ യോവേൽ പ്രവചനം വായിക്കും ഏതൊരാൾ പറയും കർത്താവിൻ്റെ നാമത്തെ വിളിച്ച് അഭിഷേകം രക്ഷിക്കുക. കർത്താവ് എന്നുള്ളത് യഹൂദന്മാർ യഹോവ എന്ന വാക്കിന് പകരം അഡോനായി കൊയ്റോസ് എന്ന വാക്ക് ഉപയോഗിക്കുന്നു. അപ്പോൾ അവിടെ യഹോവയുടെ നാമത്തിൽ വിളിച്ച് അപേക്ഷിക്കുന്നതെല്ലാം രക്ഷ പ്രാപിക്കുക എന്നുള്ള വാക്ക് ക്ലിയറാണ്. നമ്മൾ റോമർ 10:13 വരുമ്പോൾ അതിന് തൊട്ടുമുമ്പുള്ള ഭാഗങ്ങളിൽ കർത്താവ് യേശുവാണെന്ന് പറഞ്ഞതിന് ശേഷം റോമർ 10:13 പറയുകയാണ്, ഹൂ എവർ വിൽ കോൾ ഓൺ ദ നെയിം ഓഫ് ദ ലോർഡ് വിൽ ബി സേവ്ഡ്. അപ്പോൾ യഹോവ സാക്ഷികൾക്കെതിരെ പെട്ടെന്ന് ഓർത്ത് വെച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന, അതായത് രക്ഷിതാവായ യഹോവ തന്നെയാണ് പുത്രനായ ക്രിസ്തു എന്ന് വളരെ വ്യക്തമാണ്.
ഇങ്ങനെ പല ഭാഗങ്ങൾ പഴയ നിയമത്തിൽ പോയി നമ്മളൊന്നും ടച്ച് ചെയ്തിട്ടില്ല. നമ്മൾ പുതിയ നിയമത്തിലെ കീം പോയിന്റ്സ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്ത്. ഇങ്ങനെ ഇഷ്ടംപോലെ പ്രതിവാദങ്ങളും വാദങ്ങളും അനവധിയുണ്ട്. എബ്രായ ലേഖനം തന്നെ ദുരുപദേശകന്മാരെ തട്ടി വീഴുന്ന ഒരു ഭാഗമാണ്. ഇനി അതിൻ്റെ അകത്തൊരു ഇപ്പം ജേക്കബ് ചോദിച്ച ആ ചോദ്യത്തിന് വേറൊരു ദിശയിൽ നിന്ന് വേണമെങ്കിൽ ഒരു മറുപടി പറയാം. അതായത് എന്തെങ്കിലും പുതുതായിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ദൈവവചനത്തിനെ അതിൻ്റെ കൂടുതൽ ആഴത്തിൽ പഠിക്കാനായിട്ട് ആധുനിക കാലഘട്ടത്തിൽ നമുക്ക് സാധിക്കുന്നുണ്ട്. കാരണം അന്നത്തെ കാലത്ത് ചരിത്ര പശ്ചാത്തലം എന്താണെന്ന് നമുക്കറിയാം. ഡെഡ് സീ സ്ക്രോൾസ് പോലെ യഹൂദ പശ്ചാത്തലം നമുക്ക് കൂടുതൽ വ്യക്തമായിട്ട് മനസ്സിലാകുന്ന ധാരാളം രചനകൾ നമുക്കിന്ന് ലഭ്യമാണ്. ഇതൊന്നും 4-ാം നൂറ്റാണ്ടിൽ അവർക്ക് ലഭ്യമായിരുന്നില്ല. ഭാഷാപരമായ പഠനങ്ങൾ, അങ്ങനെ പല പഠനങ്ങളുടെ കൂടുതൽ ആഴത്തിൽ നമുക്ക് ഒരു സാധ്യത ഇന്ന് നിലവിലുള്ളതുകൊണ്ട് അത് യഥാർത്ഥത്തിൽ ത്രിയേക വിശ്വാസത്തിന് അത് വലിയ രീതിയിൽ അനുകൂലമായി വന്നിട്ടുണ്ട്. ഒരുപക്ഷെ നമുക്കിന്ന് ലഭ്യമായ പല വാദങ്ങൾ അത്തനേഷ്യസിനും മറ്റും അവർക്കത് ഉന്നയിക്കാൻ സാധിക്കുമായിരുന്നില്ല. കാരണം ആ നിലയിലുള്ള അറിവ് അന്നത്ര വ്യാപകമായിരുന്നില്ല. ആ ചരിത്ര പശ്ചാത്തലത്തെക്കുറിച്ചോ പഴയ നിയമത്തിൻ്റെ പല പശ്ചാത്തലത്തെ സംബന്ധിച്ച പല കാര്യങ്ങളെക്കുറിച്ചൊന്നും അത്ര വ്യാപകമായിട്ട് അറിവൊന്നും ഉണ്ടായിരുന്നില്ല. അവർക്ക് പൊതുവിൽ ലഭ്യമായിട്ട് നേരിട്ട് വ്യക്തമായിട്ട് മനസ്സിലാകുന്ന പല വാക്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അവർ വാദിച്ചത്. എന്നാൽ ഇന്ന് ത്രിയേക വിശ്വാസത്തിന് അനുകൂലമായ വാദങ്ങൾ വർദ്ധിച്ചിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അതൊരു വേറൊരു നിലയിലുള്ള വ്യത്യാസം. കൂടി സ്കോളർലി ആയിട്ടുള്ള ഡീപ്പായിട്ടുള്ള ധാരാളം വാദങ്ങൾ ഉന്നയിക്കപ്പെടുന്നുണ്ട്. ഈ സ്കോളർലി കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു ക്യാവിയേറ്റ് കൊടുക്കാനുള്ളത്. സ്റ്റാൻഫോർഡ് എൻസൈക്ലോപീഡിയ ഓഫ് ഫിലോസഫിയുടെ ഫിലോസഫിക്കൽ കാര്യങ്ങളെ പറ്റി നമ്മൾ വായിക്കാൻ വേണ്ടി സമഗ്രമായിട്ട് നമുക്ക് നോക്കാൻ പറ്റുന്ന ഒരു ബേസ് ടെക്സ്റ്റായിട്ട് നമുക്ക് നോക്കാം. നമ്മൾ പലപ്പോഴും റെഫർ ചെയ്യുന്നതാണ്, ഓൺലൈൻ ഡേറ്റാബേസ് ഉള്ളതാണ് സ്റ്റാൻഫോർഡ് എൻസൈക്ലോപീഡിയ ഫിലോസഫി. അതിൽ ഈ തൃത്വത്തെപ്പറ്റി ആർട്ടിക്കിൾ എഴുതിയിരിക്കുന്നത് ഡെയിൽ ടഗി എന്ന് പറയുന്ന യൂണിറ്റേറിയനാണ്. അപ്പം അദ്ദേഹം തന്നെയാണ് ഡിൻസി എന്ന് പറഞ്ഞ പോലെ യൂണിറ്റേറിയൻസിനിടയിലുള്ള ഒരു ആകെയുള്ളൊരു അക്കാഡമിക് സ്കോളർ എന്ന് പറയാൻ പറ്റുന്നത് ഡെയിൽ ടഗി മാത്രമാണ്. അപ്പോൾ ഇത് പറഞ്ഞതിൻ്റെ കാരണം സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ എൻസൈക്ലോപീഡിയ. അതെ. അപ്പം നിങ്ങൾ നാളെ ഈ എൻസൈക്ലോപീഡിയ ഫിലോസഫി ട്രിനിറ്റി പറ്റി വായിക്കുമ്പോൾ അദ്ദേഹം ഏകദേശം എഴുതിയിരിക്കുന്നത്. പക്ഷേ നാളെ പിന്നെ നിങ്ങൾ ഡെയിൽ ടഗി തപ്പി പോകുമ്പോൾ ഇദ്ദേഹം തൃത്വമാണ് പറയുന്നത് തെറ്റിദ്ധരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ആ ഒരു ക്യാവിയേറ്റ് കൂടി പറഞ്ഞത്. നമ്മൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ പറഞ്ഞു ഇതിനെപ്പറ്റി നടന്ന ഡിബേറ്റുകൾ. അതിനകത്ത് തൃത്വം അരിയൂസ് പക്ഷം അല്ലെങ്കിൽ ട്രിനിറ്റി യൂണിറ്റേറിയനെ പറ്റി നടന്ന ഒരു പ്രമുഖമായിട്ടൊരു മലയാള ഡിബേറ്റ് അൽക്കുടത്തോടം പാസ്റ്റങ്ങളും സാമുവേൽ കുളഞ്ഞിക്കൊമ്പിലാണ് നടന്ന ഒരു ഡിബേറ്റ്. അത് എന്നൊരു 5-7 വർഷത്തിൽ ഏറെ കാണുമല്ലോ. ഇവിടെ അതിൻ്റെ ഒരു ഫസ്റ്റ് പാർട്ട് നടന്നു, പിന്നെ വിർച്വലിയും പിന്നെ നാട്ടിലായിട്ടൊക്കെ നടന്ന ഒരു ഡിബേറ്റ്. അതിന് വീഡിയോ നമ്മൾ ഇവിടെ ഡിസ്ക്രിപ്ഷൻ ഇടുന്നതായിരിക്കും. നിങ്ങൾക്ക് തീർച്ചയായിട്ടും കാണാൻ പറ്റുന്ന വളരെ വിശദമായ ഒരു സംവാദമായിരുന്നു അത് ഓർഗനൈസ് ചെയ്ത് കോർഡിനേറ്റ് ചെയ്ത ടീമായിരുന്നു. സോ അതിനും അഭിനന്ദനങ്ങൾ. ഇങ്ങനെ പല ഡിബേറ്റുകൾ അന്ന് കാലങ്ങളിൽ ചെയ്ത് വന്നതിനൊക്കെ. ഇനി ഇതിൻ്റെ ലാസ്റ്റ് പോയിൻ്റായിട്ട് നമ്മൾ പറഞ്ഞു വന്നു, ഈ അരിയൂസിൻ്റെ ദുരുപദേശങ്ങൾക്കൊക്കെ ഖണ്ഡനമായിട്ട് സഭ ആദ്യമായിട്ട് കൂടി വന്നത് നിക്കിയ സുനോദോസാണ്. അവിടെ രൂപം കൊണ്ട വിശ്വാസ പ്രമാണം എന്താണ് ക്രൈസ്തവർ വിശ്വസിക്കുന്നത്, എന്താണ് ക്രൈസ്തവർ രാജ്യമുടനീളം പീഡനത്തിന് ശേഷവും പീഡനത്തുള്ള കടന്നു വരുമ്പോൾ പോലും അവർ വചനാടിസ്ഥാനത്തിൽ വിശ്വസിക്കുന്നത് എന്ന് സ്പഷ്ടമായിട്ട് എഴുതിയ നിക്കിയ സുനോദോസിൻ്റെ വിശ്വാസ പ്രമാണം. ഇന്ന് പൊതുവെ നമ്മൾ നിക്കിയ സുനോദോസിൻ്റെ വിശ്വാസ പ്രമാണം നോക്കുമ്പോൾ നമ്മൾ കണ്ടുവരുന്നത് 4-ാം നൂറ്റാണ്ടിന് ഒടുക്കത്തോട് കൊണ്ടുവന്ന കോൺസ്റ്റാന്റിനോപ്പിൾ സുനോദോസിലൂടെയുള്ള ചേർന്നിട്ടുള്ള വിശ്വാസ പ്രമാണം. പക്ഷേ ദിസ് ഇസ് ദി സ്റ്റാർട്ടിംഗ് വൺ, ദി ഒറിജിനൽ വൺ. സോ അതിൻ്റെ മലയാള ഭാഗം കൂടി വായിച്ച് നമ്മൾ ഈ ലക്കം ഇവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. സർവശക്തനായ പിതാവും ദൃശ്യവും അദൃശ്യവുമായ സകലത്തിൻ്റെയും സൃഷ്ടാവുമായ ഏകദൈവത്തിലും ദൈവത്തിൻ്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്ക് മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും ഏകജാതനും പിതാവിൻ്റെ സാരാംശത്തിൽ നിന്നുള്ളവനും ദൈവത്തിൽ നിന്നുള്ള ദൈവവും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജന്മം നൽകപ്പെട്ടവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവിനോട് സത്തയിൽ ഒന്നായിരിക്കുന്നവനും തന്നിലൂടെ സകലതും സ്വർഗത്തിലും ഭൂമിയിലും ഉള്ള സർവവും ഉണ്ടായവനും മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും ഇറങ്ങി വന്ന് അവതീർണനാവുകയും മനുഷ്യനാവുകയും കഷ്ടപ്പാടുകൾ അനുഭവിക്കുകയും 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും സ്വർഗങ്ങളിലേക്ക് ആരോഹണം ചെയ്യുകയും ചെയ്തവനും ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വീണ്ടും വരാനിരിക്കുന്നവനും ആയ ഏക കർത്താവ് യേശുക്രിസ്തുവിലും അതോടൊപ്പം പരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇത് പറഞ്ഞതിന് ശേഷം ഈ അരിയൂസിൻ്റെ ദുരുപദേശകർക്കെതിരെയുള്ള ഒരു അനാത്തമ, അതിൻ്റെ ശാപപ്രഖ്യാപനം അതിനകത്തുണ്ട്. അതുകൂടി വായിക്കുന്നു. എന്നാൽ അവൻ ഇല്ലായിരുന്ന സമയം ഉണ്ടായിരുന്നു എന്നും ജനിക്കുന്നതിന് മുൻപ് ഇല്ലായിരുന്നു എന്നും ഒന്നുമില്ലായ്മയിൽ നിന്ന് അവൻ ഉണ്ടായി എന്നും പറയുന്നവരെയും ദൈവപുത്രൻ വ്യത്യസ്തമായ ഒരു സാരാംശത്തിൽ നിന്ന് ഉളവാണെന്നോ സൃഷ്ടിക്കപ്പെട്ടവനാണെന്നോ മാറ്റത്തിന് വ്യതിയാനത്തിനോ വിധേയനാണെന്നോ വാദിക്കുന്നവർക്കും ഇവയെ കാതോലികവും അപ്പോസ്തോലികവുമായ സഭ അനാഥമ കൽപ്പിക്കുന്നു.
അപ്പം ഈ വിശ്വാസ പ്രമാണം നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ റോമൻ കത്തോലിക്കർ, ഈസ്റ്റേൺ സഭ, പ്രൊട്ടസ്റ്റന്റ് സഭ എല്ലാം മുറുകെ പിടിക്കാണ്. കാരണം ക്രിസ്തീയ വിശ്വാസത്തിന് അടിസ്ഥാന പ്രഖ്യാപനമാണ് ഇവിടെ ഉള്ളത്. ഇവിടെ കാതോലിക അപ്പോസ്തോലിക എന്ന് പറയുമ്പോൾ പ്രൊട്ടസ്റ്റൻസിന് ഇത് ഞങ്ങളെ ബാധിക്കുന്നില്ല പറയാൻ പറ്റുന്ന സംഭവമല്ല. കാതോലിക ഉദ്ദേശിക്കുന്ന യൂണിവേഴ്സൽ, അതാണ് കാതോലിക്കോസ് എന്ന വാക്കിൻ്റെ പ്രയോഗം. അത് നമ്മൾ പ്രൊട്ടസ്റ്റന്റ് ഇടയിൽ ഇപ്പോൾ കാണാത്ത കൊണ്ട് നമുക്കിതൊരു ബാധകമല്ല എന്നൊരു തെറ്റിദ്ധാരണ ഉള്ളത്. പിന്നെ അത് മാത്രമല്ല, അപ്പോസ്തോലിക എന്ന് പറയുമ്പം ഇന്ന് അവർ പറയും ഞങ്ങളാണ് അപ്പോസ്തോലിക സഭ എന്നുള്ളത്. പക്ഷേ അതിനർത്ഥം അങ്ങനെ പറഞ്ഞുകൊണ്ട് പ്രൊട്ടസ്റ്റൻസിന് അപ്പോസ്തലന്മാരുടെ യാതൊരു ബന്ധമില്ല എന്നല്ല. അത് ആ ചരിത്രത്തിൽ ഉളവായതില്ല ചില വാക്കുകൾ അവരുടെ ഇടയിൽ മാത്രമുള്ള പ്രയോഗത്തിൽ കാണുന്നൊരു തെറ്റിദ്ധാരയാണ്. അപ്പോൾ ഈ വിശ്വാസ പ്രമാണം ഒരു പ്രൊട്ടസ്റ്റന്റ് വിശ്വാസിക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കുകയും പഠിക്കുകയും മനപ്പാടമാക്കുകയും കഴിവതും ചെയ്യേണ്ടത് ഒന്നാണ്. കാരണം ഓർത്തു വെക്കാൻ വേണ്ടി ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം, അടിസ്ഥാനങ്ങൾ സഭയിൽ വില കൊടുത്തു നിന്ന സഭാപിതാക്കന്മാർ, അതാണ് മെയിൻ പോയിന്റ്. അല്ലാതെ പാരമ്പര്യത്തിൻ്റെ പേരിൽ വിലയുള്ള വണ്ടികളിൽ യാത്ര ചെയ്ത് സുഖമായിട്ട് സ്വാർത്ഥ നേട്ടങ്ങൾക്ക് വേണ്ടി, രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി എഴുതി ഉണ്ടാക്കിയതല്ല. മറിച്ച് സത്യത്തിന് വില കൊടുത്ത സഭാപിതാക്കന്മാർ എഴുതിയെടുത്ത വാസ്തവമായിട്ടുള്ള സത്യവിശ്വാസത്തിൻ്റെ ഒരു സംക്ഷിപ്ത രൂപവും പ്രഖ്യാപനമാണിത്. സാമ്രാജ്യത്തെ അനുകൂലിച്ചത് കൊണ്ടല്ല ഈ വിശ്വാസം വിജയിച്ചതും നിലനിന്നതും, മറിച്ച് ആ ദൈവവചനത്തിൻ്റെ ശക്തിയാൽ അത് സ്ഥാപിക്കപ്പെട്ടത് കൊണ്ടാണ്. അതും ഇന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് ചിലർക്കെങ്കിലും വ്യക്തമായിട്ട് മനസ്സിലാക്കി കാണുമെന്ന് വിശ്വസിക്കുന്നു. കാരണം അങ്ങനെ പറയുന്ന ചിലരുണ്ട്, ഇത് എന്തോ ചക്രവർത്തി അനുകൂലിച്ചുകൊണ്ടാണെന്ന്. പക്ഷെ അങ്ങനെ അല്ലെന്ന് ആ ചരിത്രം ഇപ്പോൾ നമ്മളിന്ന് വിവരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ബോധ്യമായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതെ, പാതാള ഗോപുരങ്ങൾ ജയിക്കില്ല എന്ന് പറഞ്ഞതിൻ്റെ ഒരു അന്വർത്ഥനം ആ 4-ാം നൂറ്റാണ്ട് നമ്മൾ ശരിക്കും കണ്ടു. സഭയെ ആടി ഉലഞ്ഞപ്പോൾ പോലും പരിശുദ്ധാത്മാവ് സഭയെ നിലനിർത്തി വന്നത് നമ്മൾ അന്ന് കണ്ടു. ഗ്രിഗറി നീസ പറഞ്ഞ പോലെ കവലകളിൽ ചെല്ലുമ്പോൾ പോലും ഇതൊരു ചർച്ചാ വിഷയമാണെന്നുള്ളത്. ഇന്ന് നമ്മൾ ഈ റെക്കോർഡിങ്ങിന് ഇന്ന് രാവിലെ എൻ്റെ ഒരു സഭാവിശ്വാസി എന്നെ റീച്ച് ഔട്ട് ചെയ്തിട്ട് പറഞ്ഞു, തൻ്റെ കൂടെയുള്ള യഹോസാക്ഷിക്കാർ ഇതിനെപ്പറ്റി ചോദിക്കുന്നു, ഇതൊന്ന് ക്ലാസ് എടുക്കാമോ, ഒന്ന് ഞങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാമോ, ചോദ്യങ്ങളുണ്ടെന്നുള്ളത്. അന്നത്തെ മാർക്കറ്റ് പ്ലേസിൽ ചോദിച്ച പോലെ തന്നെ ഇന്നത്തെ മോഡേൺ മാർക്കറ്റ് പ്ലേസിൽ ഇതൊക്കെ ചർച്ചാ വിഷയമായിട്ട് നിൽക്കുന്നു. ചിലപ്പോൾ ഒരുപക്ഷെ അന്ന് കണ്ട ആ സെയിം തോതിലോ ആ ഒരു പെർവാസീവ് നേച്ചറിലോ കാണുന്നില്ലെങ്കിൽ പോലും ഇന്ന് നമ്മൾ ഇറങ്ങി ചെല്ലുന്ന മാർക്കറ്റ് പ്ലേസിൽ നമ്മുടെ സോഷ്യൽ എൻകൗണ്ടറിൽ നമ്മൾ തൃത്വം നിഷേധിക്കുന്നവരെ കണ്ടുമുട്ടി തരാം. അപ്പോൾ അങ്ങനെ കണ്ടുമുട്ടുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്തമാണ് ഇതിനെ മനസ്സിലാക്കുകയും നമ്മുടെ കഴിവിനനുസരിച്ച് നമ്മൾ പ്രയത്നിച്ച് മനസ്സിലാക്കുകയും അത് മനസ്സിലാക്കി കൊടുക്കുവാൻ യത്നിക്കുകയും ചെയ്യുക എന്നുള്ളത്. ആ ഒരു യത്നത്തിലേക്ക് ഈ ഒരു ലക്കം നിങ്ങളെ സഹായിച്ചു, അതിന് ഉതകുന്ന രീതിയിൽ ആയിത്തീർന്നു എന്ന് വിശ്വസിച്ച് പ്രാർത്ഥനയോടെ ഞങ്ങൾ ഈ ലക്കോടെ അവസാനിപ്പിക്കുന്നു. നമുക്ക് അടുത്ത പ്രാവശ്യം കണ്ടുമുട്ടാം.